പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു പല്ലവി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെത്തുന്ന നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും വിഷമാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം, എല്ലാ പെസ്റ്റുകളും ഇൻസെക്റ്റാണ്, എന്നാൽ എല്ലാ ഇൻസെക്റ്റുകളും പെസ്റ്റുകളല്ല. നമ്മുടെ കുട്ടികളുടെ തലയിൽ പേനുണ്ട് എങ്കിൽ നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് തരുന്ന ചില മരുന്നുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതേ പയർത്തോട് വിഭവത്തിൽപ്പെട്ട കീടനാശിനി. പാലക്കാടൻ കാറ്റ്, നമ്മുടെ ഡിസംബർ ജനുവരിയിൽ പാലക്കാടൻ കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഇവിടെ ചായ ഉണ്ടാവില്ല. വേസ്റ്റിനെ ഉപയോഗിച്ച് കീടങ്ങളെ ഉപയോഗിച്ച് മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ലോകത്തിൻ്റെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോട്ടീൻ സോഴ്സ് ആകാൻ പോകുന്നത് ഇൻസെക്ട്സ്. അദ്ദേഹം പറഞ്ഞ വാചകം എല്ലാ ദിവസവും മരമ്പത്ത് പോവാതെ സാറി പറഞ്ഞതൊന്നും. രാത്രി കറണ്ട് പോയി വീട്ടിൽ. പുള്ളി കറണ്ട് പോയപ്പോൾ വെള്ളം കുടിക്കാൻ അടുക്കളയിൽ വന്നു. വെള്ളത്തിൻ്റെ ബോട്ടിലിന് പകരം ഇതെടുത്താണ് കഴിച്ചത്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ബെറിൻ പത്രോസ് ആണ്. സാറ് കേരള കാർഷിക സർവകലാശാലയുടെ ഡയറക്ടർ ഓഫ് പ്ലാനിംഗ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് അഗ്രികൾച്ചറൽ എൻഡോമോളജിസ്റ്റ് ആണ്. സാർ സ്വാഗതം. നമസ്കാരം. സാറ് നമുക്ക് ഈ അഗ്രികൾച്ചർ എൻഡോമോളജി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിനാണല്ലോ സാർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ജനറൽ ആയിട്ടുള്ള ആളുകൾ ഈ എൻഡോമോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ സുവോളജി, ബോട്ടണി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ എൻഡോമോളജി എന്നുള്ള സബ്ജക്റ്റ്? അതിലെന്താണ് നമ്മൾ പഠിക്കുന്നത്? എൻഡോമോളജി എന്ന് പറയുന്നതിന് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കീടശാസ്ത്രം എന്ന് എളുപ്പത്തിൽ പറയാം. കീടശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഷിക മേഖലയിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അതിനെ കീടശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ അതൊരു ഷഡ്പദ ശാസ്ത്രം എന്നൊക്കെ പറയേണ്ടതാണ്. കാരണം പ്രാണികളെ കുറിച്ച് പഠിക്കുന്നതാണ്. പ്രാണികൾ വിളകളെ ആക്രമിക്കുമ്പോഴേ അത് കീടമാവുന്നുള്ളൂ. ഒരു പൂമ്പാറ്റയോ ഒരു തേനീച്ചയോ നമ്മൾ കീടമെന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സുവോളജിയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. കാരണം ജീവനുള്ള ജീവജാലങ്ങളിൽ നമ്മൾ ആനിമൽസിനെ, മൃഗങ്ങളെയും അതുപോലെയുള്ള ജന്തുക്കളെയും ജീവജാലങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സുവോളജി. ആ സുവോളജി തന്നെ നമ്മളുടെ ക്ലാസ് ഇൻസെക്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന കീടങ്ങളെക്കുറിച്ചുള്ള നമ്മൾ പഠിക്കുന്ന ശാഖയാണ് നമ്മൾ എൻഡോമോളജി എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരം ക്ലാസിഫിക്കേഷൻസ് നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു സുവോളജി സ്റ്റുഡൻറ്റ് ഒരു എൻഡോമോളജി ഒരു ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മളൊരു കീടത്തിൻ്റെ ഘടനയെക്കുറിച്ച്, പുറംഘടന, മോർഫോളജിയെക്കുറിച്ച് പഠിക്കും. പാറ്റേനൊക്കെ കാണുന്ന പണ്ട് കാലത്തൊക്കെ പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഡിസെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഡിസെക്റ്റ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അത് പാറ്റയൊക്കെ മുറിച്ച് പാറ്റയുടെ അകത്തുള്ള സാധനങ്ങളൊക്കെ കണ്ട്, അപ്പോൾ സുവോളജിയുടെ പ്രാക്ടിക്കലിന് പ്രീ ഡിഗ്രിക്ക് തവളയുണ്ട്, പാറ്റയുണ്ട്, അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. പിന്നീടാണ് അതൊക്കെ ഇല്ലാതെ പാറ്റ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാറ്റയൊക്കെ നമ്മൾ ചെയ്ത് അതൊക്കെ സുവോളജിയുടെ ഭാഗമായതുകൊണ്ടാണ്. അവരിപ്പോൾ നമ്മളിപ്പോൾ ഒരു +1 +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സുവോളജി പഠിക്കുന്നു. അതിനുശേഷം കുട്ടികൾ ഡിഗ്രി സുവോളജിയൊക്കെ മേജറായിട്ട് എടുത്ത് പോവുകയാണെങ്കിൽ അവർക്ക് 2 പേപ്പറോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഒന്ന് ഈ പറയുന്ന കീടങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായ അതിൻ്റെ ഘടന, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമത്തതൊരു പേപ്പർ, ഒരു ആപ്ലിക്കേഷൻ പാർട്ട്, ഈ കീടശാസ്ത്രത്തിൻ്റെ ആപ്ലിക്കേഷൻ പാർട്ടാണ്. ഇതിനെ നമ്മൾ ഒരു കാർഷിക ബിരുദത്തിലേക്ക് വരുമ്പോൾ, ഞാൻ കാർഷിക സർവകലാശാലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ കീടങ്ങൾ അല്ലെങ്കിൽ ഷഡ്പദങ്ങൾക്ക് ഒത്തിരി അധികം ഗുണപരമായും ദോഷകരമായും ഉള്ള പ്രവൃത്തികൾ കാർഷിക മേഖലയിലുണ്ട്. ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും വായിച്ചോ അല്ലെങ്കിൽ കേട്ടോ അറിവുണ്ടാവും, തേനീച്ചകളില്ലാതെ ആയാൽ നമ്മൾ ഇത്ര നാളുകൾക്കുള്ളിൽ നമ്മുടെ ഭക്ഷണ ശൃംഖല നശിച്ചു പോയി മനുഷ്യകുലം തന്നെ. അപ്പോൾ അത്രയ്ക്ക് വലിയ ഒരു സേവനം നൽകുന്ന തേനീച്ചകൾ മാത്രമല്ല. നമ്മൾ തേനീച്ച എന്ന് പറയുമ്പോൾ നമ്മളെ കുത്തുന്ന തേനീച്ച മാത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇൻസെക്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്, പെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ആണോ? അത് ഒരു വ്യത്യാസമുണ്ട് ഇൻസെക്റ്റും പെസ്റ്റും തമ്മിൽ? നമ്മൾ സാധാരണ ഇപ്പോൾ എൻഡോമോളജിയുടെ ഒരു ടേമിലാണ് പെസ്റ്റ് എന്ന് പറയുന്നത്. അത് ടെർമൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഒരു പെസ്റ്റ് കൺട്രോൾ എന്നാണ് പറയുക. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം, എല്ലാ പെസ്റ്റുകളും ഇൻസെക്റ്റാണ്, എന്നാൽ എല്ലാ ഇൻസെക്റ്റുകളും പെസ്റ്റുകളല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ
ഈ ചെതലിനെ തന്നെ ഇപ്പം അഖില് പറഞ്ഞൊരു ഉദാഹരണം ചെതലാണ്. ഈ ചെതലിനെ തന്നെ നമുക്ക് 2 രീതിയിൽ കാണാം. ചെതൽ നമ്മുടെ കെട്ടിടങ്ങൾ ശല്യം ചെയ്യുന്നു, കെട്ടിടങ്ങളുടെ നമ്മുടെ വീട്ടിലെ മരവിരിപ്പിടികൾക്കൊക്കെ ദ്രോഹം ചെയ്യുന്നു, അതിനെ നശിപ്പിക്കുന്നു. നമുക്കൊരു കീടമായിട്ട് നമുക്കതിനെ കാണാം, നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു കീടം. അതേസമയം പ്രകൃതിയിൽ ഒരു മരത്തിൻ്റെ കൊമ്പ് താഴത്തേക്ക് വീഴുന്നു, ഉണങ്ങി താഴത്തേക്ക് വീഴുന്നു. ഈ താഴത്തേക്ക് വീണ മരത്തിൻ്റെ കൊമ്പിനെ വിഘടിപ്പിച്ച് മറ്റ് ജീവജാലങ്ങൾക്ക്, കാരണം ഒരു മരത്തിൻ്റെ ഇപ്പോൾ ഒരു തേക്കിൻ്റെയൊക്കെ കമ്പ് വീണു എന്ന് വെച്ചാൽ വളരെയധികം ഘന ഉരുപ്പടിയാണത്. അതിനെ മറ്റ് ജീവജാലങ്ങൾക്ക് വിഘടിക്കാൻ പാകത്തിനാക്കുന്നത് ആദ്യത്തെ ഒരു പ്രക്രിയ നടത്തുന്നത് ടെർമൈറ്റാണ്. അപ്പോൾ ഈ കീടങ്ങൾക്കൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ അതൊരു എല്ലാം അങ്ങനെയൊന്നുമല്ല എങ്കിൽ പോലും പല ഷഡ്പദങ്ങൾക്കും ഒരു ചില മേഖലകളിൽ അതിന് ഗുണപരമായ ചില പ്രവൃത്തികളുണ്ട്, ചിലപ്പോൾ നമുക്കത് ദ്രോഹകരമായി തീരാം. ചിലത് കാര്യമായിട്ട് ഇപ്പം തേനീച്ച തന്നെ എടുക്കുക, ഒരു മനുഷ്യനെ കുത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, പക്ഷെ അത് വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കുന്നതാണ്. അതേസമയം ഭക്ഷ്യവിളകളെ മാത്രം തിന്ന് ജീവിക്കുന്ന ഇപ്പം നെല്ലിലെ തണ്ടുവരപ്പൻ വേറെ ഒരു വിളയെയും ആക്രമിക്കില്ല. അവന് നമുക്കൊരു സഹായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അവൻ ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10,000 ലക്ഷക്കണക്കിന് ഷഡ്പദ സ്പീഷീസുകളിൽ വളരെ ചുരുക്കമെണ്ണം മാത്രമാണ് മുഴുവൻ ദ്രോഹം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാവുന്ന. സാർ, നമ്മളിൽ അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? നമുക്കൊരു ഇത്ര % കീടങ്ങളാണ് നമുക്ക് കൃഷിയിലേക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അതായത് നല്ല രീതിയിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഏകദേശം ഇത്ര ശതമാനത്തിൽ താഴെ കാണുള്ളൂ. കൃത്യം കണക്കുണ്ട്, അതെൻ്റെ ഓർമ്മയിലില്ല, എന്നാലും 1% താഴെ മൊത്തത്തിലുള്ള ഇൻസെക്റ്റുകളുള്ള ഒരു 1% മാത്രമേ കൃഷിയിലേക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ശല്യം എന്ന്, നമുക്ക് ഒരു കീടം എന്നുള്ള നിലയിൽ, ഒരു പെസ്റ്റ് എന്നുള്ള നിലയിൽ 1% താഴെ വരുള്ളൂ. സാർ, ഇപ്പോൾ കൃഷിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരമുള്ള കീടങ്ങളുമുണ്ട്, ഷഡ്പദങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള ഷഡ്പദങ്ങളുമുണ്ട്. അപ്പോൾ കൃഷിയുടെ കാര്യത്തിൽ ഈ ഉപകാരമുള്ള ഷഡ്പദങ്ങളാണോ കൂടുതൽ, അതോ ഹാംഫുൾ ആയിട്ടുള്ള ഷഡ്പദങ്ങളാണോ കൂടുതലുള്ളത്? ഇതിൽ നമ്മൾ 2 രീതി കാണണം. ഇപ്പോൾ നമ്മൾ നെൽകൃഷി എടുത്തു നോക്കും. നെൽകൃഷിയിൽ നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരു കർഷകൻ്റെ നെൽകൃഷി ചെയ്യുന്നു. ആ കൃഷിയിൽ ഒരു കീടബാധ ഉണ്ടാകുന്നു, തണ്ടുവരപ്പനോ ഒലവരട്ടിയോ മുഞ്ഞയോ ഒക്കെ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ഒരു സാധാരണ കർഷകൻ ചിന്തിക്കുന്ന ഒരു തണ്ടുവരപ്പനെ നിയന്ത്രിക്കാൻ വേണ്ടത് ഒരു കർഷകൻ്റെ ഉത്തരവാദിത്തമാണ്. അവനൊരു കീടനാശിനി അടിക്കുക, മറ്റെന്തെങ്കിലും നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് കർഷകൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ഉത്തരവാദിത്വമുണ്ട്. പ്രകൃതിയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു ജീവജാലത്തിനും ഒരു പരിധിയിൽ കൂടുതൽ മേൽക്കൈ ആവാസ വ്യവസ്ഥയിൽ കൊടുക്കില്ല എന്നുള്ളത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അതായത് ഒരു തണ്ടുവരപ്പൻ്റെ എണ്ണം ഒത്തിരി അങ്ങ് കൂടിക്കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുന്ന മിത്രകീടങ്ങളുടെ എണ്ണവും അതിൻ്റെ പുറകെ തന്നെ കൂടും. അതിൻ്റെ എണ്ണം, തണ്ടുവരപ്പൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ നെൽകൃഷിയിൽ നോക്കുകയാണെങ്കിൽ മിത്രകീടങ്ങളുടെ എണ്ണം ഒട്ടനവധിയാണ്. സാർ, മിത്രകീടങ്ങൾക്ക് 1-2 ഉദാഹരണം പറയാം. മിത്രകീടങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന, എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒന്ന് നമ്മുടെ സുന്ദരി വണ്ടുകളാണ്. കോക്സിനെല്ലിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിൽ തൊട്ടേ 5ാം ക്ലാസ്സിന് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വരെ ഇപ്പോൾ അതുണ്ട്. നമ്മളൊന്നും പഠിക്കുന്ന കാലത്തൊന്നും അതൊന്നും ടെക്സ്റ്റ് ബുക്കിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല നല്ല ചിത്രങ്ങൾ, കുട്ടികൾക്ക് ലേഡി ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വരെ. അതാണ് നമുക്ക് എളുപ്പത്തിൽ കാണാവുന്ന ഒന്ന്. പക്ഷേ അല്ലാത്തത് ഒത്തിരി എണ്ണമുണ്ട്. കൂടുതലും ഇപ്പം ഈ കടന്നൽ വർഗത്തിൽപ്പെട്ട, ഇപ്പം നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ പ്ലഗ് പോയിന്റുകളുടെ അകത്തൊക്കെ കടന്നൽ വന്ന് കൂട് കൂട്ടി. പലപ്പോഴും നമ്മൾ ആ പ്ലഗ് പോയിന്റ് തുറക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ആ കൂട് പൊട്ടിച്ച് നോക്കുക, അതിൻ്റെ അകത്ത് പുഴുവിനെ ലൈവായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ ഒരു ഇലയെ തിന്നുന്ന പുഴുവിനെ പിടിച്ച് അതിനെ മരവിപ്പിച്ച് ഈ പ്ലഗിൻ്റെ അകത്ത് വെച്ച് അതിൻ്റെ അകത്ത് മുട്ടയിടുകയാണ്. എന്നിട്ട് ഇതിനെ അടച്ചു വെക്കുന്നു. അപ്പോൾ ഈ കടന്നലിൻ്റെ മുട്ട വിരിയുമ്പോൾ വിരിഞ്ഞു വരുന്ന കടന്നലിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിന്നാനുള്ള തീറ്റയാണ്. പക്ഷെ അതിൻ്റെ രസകരമായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഈ പുഴുവിനെ കൊന്നവിടെ വയ്ക്കുമ്പോൾ പുഴു സാധാരണ ഇത് എന്ത് ജീവജാലം ചത്തുമ്പോൾ ചീഞ്ഞു പോവും. ഇത് ചീയില്ല. ചെയ്യാതിരിക്കാനുള്ള രാസവസ്തുക്കൾ കൂടി കുത്തിവെച്ചാണ് അതിനെ. ഫീൽഡ് ലെവലിൽ അത്ര എല്ലാത്തിനും ഇപ്പം നമ്മളതിനെ വളരെ ഒരു എഫിഷ്യൻസി, പ്രിഡേഷൻ എഫിഷ്യൻസി എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരു സുന്ദരിയുണ്ട് എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഒരു കടന്നൽ, അതിൻ്റെ ഒരു ദിവസത്തെ വിശപ്പടക്കാൻ എത്ര കീടം വേണം എന്നുള്ളൊരു വലിയ ഘടകമാണ്.
ചില സാധനങ്ങൾക്ക് ഒറ്റ ഒരെണ്ണം മതി, ചില സാധനങ്ങൾക്ക് കുറേ എണ്ണം വേണ്ടി വരും. ഈ സുന്ദരി വണ്ടികളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സുന്ദരി വണ്ടികൾ ഒത്തിരി എണ്ണം, ഇപ്പം നമ്മൾ ചില വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ ഈ പയറിൻ്റെ മുകളിലൊക്കെ മുഞ്ഞേനെയൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് തീറ്റ മാത്രമാണ് അതിൻ്റെ ജോലി. അപ്പോൾ അങ്ങനെ തിന്നു പോകുന്ന മിത്രകീടങ്ങളുണ്ട്. അതേസമയം ഇപ്പോൾ ഒരു കടന്നലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുഴുവിനെ തീറ്റയ്ക്ക് വേണ്ട ഒരു പുഴുവിനെ കിട്ടിയാൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. അതേസമയം ചിലതുണ്ട് നമ്മളതിനൊരു ന്യൂമറിക്കൽ റെസ്പോൺസും ഫങ്ഷണൽ റെസ്പോൺസും, അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഒരു അത് എന്നാലും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, കീടത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു മിത്രകീടം കൂടുതൽ കീടത്തെ കൊന്നുകളയും. അതേസമയം വേറെ ഫങ്ഷണൽ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ഈ അതായത് കീടത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മിത്രകീടത്തിൻ്റെ എണ്ണവും കൂടും. ഫങ്ഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞതിലൊരു ചെറിയ പെശകുണ്ട്. ന്യൂമറിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത് മിത്രകീടത്തിൻ്റെ എണ്ണം കീടത്തിൻ്റെ എണ്ണം പെറ്റുപെരുകുന്നതിനനുസരിച്ച് അങ്ങ് കൂടും. അതേസമയം ഫങ്ഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത് മിത്രകീടത്തിൻ്റെ എണ്ണം കൂടുന്നതിന് പകരം കീടത്തിൻ്റെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ എണ്ണത്തിനെ അത് ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനെ പരാധീകരിക്കുകയോ ചെയ്യും. അങ്ങനത്തെ അത് നമ്മൾ ഒരു റിസർച്ച് ഗവേഷണത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ പല കീടങ്ങൾക്ക് പല രീതിയിലാണ്. ചിലത് എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഓഫ്സ്പ്രിങ്സ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ഈ കീടത്തിൻ്റെ എണ്ണം കുറയ്ക്കാൻ നോക്കും. ചിലത് ചെയ്യുന്നത് കീടങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എണ്ണം കൂട്ടാതെ അത് തന്നെ കൂടുതൽ എണ്ണത്തിനെ കൊല്ലുന്നു. അങ്ങനത്തെ ഒരു പലതരത്തിലുള്ള ഇപ്പം 8 കാലികൾ, ഷഡ്പദ 8 കാലുണ്ട് പറയുന്ന പോലെ, ഷഡ്പദങ്ങൾക്ക് 6 കാലേ ഉള്ളൂ. നല്ല മിത്രകീടമാണ്. അതതിൻ്റെ വല വിരിക്കുന്നു, ആ വലയുടെ ഉള്ളിൽ കുടുങ്ങുന്ന കീടങ്ങളെ മുഴുവൻ തിന്നുന്നു. വല വിരിക്കാത്ത കടന്നലുകളുമുണ്ട്, ഓടി കടന്ന് തിന്നുന്നുണ്ട്. നമ്മളിപ്പോൾ തുമ്പി എന്നൊക്കെ പറയുന്ന തുമ്പി ഉണ്ടല്ലോ, തുമ്പികൾ മിത്രകീടമാണോ? അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ ഞാൻ കടന്നലുകൾ, സുന്ദരി വണ്ടുകൾ പറഞ്ഞ പോലെ പല വിഭാഗത്തിൽപ്പെട്ട മിത്രകീടങ്ങളുണ്ട്. അതിലൊന്നാണ് തുമ്പികൾ. ഇപ്പോൾ തുമ്പികൾ ആണെന്നുണ്ടെങ്കിൽ തുമ്പികളുടെ കാലുകളെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ ബാസ്ക്കറ്റ് ഫോമിങ് ലെഗ്സ് എന്നാണ് വിളിക്കുക. നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയും. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു തുമ്പിയെ പിടിക്കുന്നു, അതിനൊരു ചെറിയ കല്ലിൽ പിടിച്ച് അത് പൊക്കുന്നു എന്നോ. ശരിക്കും പറഞ്ഞാൽ ആ കാലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കീടങ്ങളെ അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ അതിൻ്റെ കാലുകൾ മോഡിഫൈ ചെയ്തേക്കുന്നതാണ് കീടങ്ങളെ പിടിക്കാൻ വേണ്ടി. പക്ഷെ അപ്പോഴും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മിത്രകീടങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ദിവസം ഒരു പ്രാണിയെ കിട്ടിയാൽ അതിൻ്റെ അന്നത്തെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ചില പക്ഷേ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നെൽപ്പാടത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം തുമ്പികളുണ്ടാവും. അതുപോലെ തന്നെ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു വണ്ടുകളുടെ വിഭാഗത്തിൽപ്പെട്ട് തന്നെ ഇപ്പം ഞങ്ങളതിനെ റോ വണ്ട് എന്നൊക്കെ പറയും, സ്റ്റെഫൈലിനിഡെ ഫാമിലിയിൽപ്പെട്ട. അത് ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ കോവിഡിൻ്റെ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരുന്ന അലർജിയൊക്കെ ഉണ്ടാക്കുക. ഒരു കറുപ്പും ചുമപ്പും കലർന്ന ഒരു ചെറിയ വണ്ടാണ്. പച്ചക്കറികളിലും നെൽപ്പാടങ്ങളിലും നല്ലൊരു മിത്രകീടമാണ്. കയ്യിൽ കൊണ്ടാൽ ചിലപ്പോൾ നമുക്കൊരു ചെറിയ അലർജി ഉണ്ടാവും. ഈ കടന്നൽ വർഗത്തിൽപ്പെട്ട, ഞാൻ കടന്നൽ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വലിയ കടന്നലുകളെ കുറിച്ച് കൂടെ, തീരെ ചെറിയ കടന്നലുകൾ, എത്രയോ ആയിരക്കണക്കിന് അത്തരം ചെറിയ കടന്നലുകൾ ചില കുടുംബങ്ങൾ, ഞങ്ങൾ ബ്രാക്കോണിഡെ, ട്രൈക്കോഗ്രമാറ്റിഡെ, സെലിയോണിഡെ എന്നൊക്കെ പറഞ്ഞ ചില കുടുംബങ്ങൾ മുഴുവൻ തന്നെ പരാതങ്ങളാണ്, മറ്റു കീടങ്ങളെ പരാതീകരിച്ച് ജീവിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ തെങ്ങിലൊക്കെ ഈ തെങ്ങിൻ്റെ ഓല തിന്നുന്ന തെങ്ങോലപ്പുഴു എന്ന് പറയുന്ന ഒരു കീടമുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണല്ലോ, ചുരുക്ക സ്ഥലങ്ങളിലൊക്കെ കാണുന്നത്. പക്ഷെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട്. അതിനെയൊക്കെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കുന്ന ഇതുപോലൊരു ചെറിയ കടന്നല. ഇപ്പോൾ നമ്മൾ നെല്ലിൽ അത് കുറച്ചുകൂടി വ്യാപകമായിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ട്രൈക്കോഗ്രാമ എന്ന് പറഞ്ഞ കടന്നൽ. പക്ഷെ ആ കടന്നൽ എന്ന് പറഞ്ഞാൽ തീരെ ചെറുത്, നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അത് ഒരു പൊടി പോലെ കാണാം. പക്ഷെ അത് നമ്മൾ ഒരു ഫീൽഡിലേക്ക് ഒരു തവണ 1 ഏക്കർ സ്ഥലത്തേക്ക് വിടുന്നത് പലപ്പോഴും 1,00,000 എണ്ണമൊക്കെയാണ്. അത്ര എണ്ണം
പ്രകൃതിയിലേക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ. സാർ ഇപ്പം മിത്രകീടങ്ങളെ കുറിച്ച് നമ്മൾ സാറ് പറഞ്ഞല്ലോ കുറേയൊക്കെ. ഇപ്പോൾ ഇതല്ലാതെ ഇപ്പം ഒരുപാട് കീടങ്ങളുണ്ട്, കൃഷിയിൽ നാശം വരുത്തുന്ന കീടങ്ങളുണ്ട്. ഇതല്ലാതെ നമുക്ക് മനുഷ്യന്മാർക്ക് കൊമേഴ്ഷ്യലി കൃഷി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കീടങ്ങൾ ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിൽ കൃഷി ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന. കൃഷി ചെയ്ത് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് തേനീച്ചയും പട്ടുനൂൽപ്പുഴു ഒക്കെയാണ്. പട്ടുനൂൽപ്പുഴു ചെയ്യുന്ന ആൾക്കാർ കേരളത്തിൻ്റെ ഒരു കാലത്ത് വളരെ വ്യാപകമായിരുന്നെങ്കിലും ഇപ്പോൾ അത് അത്ര വ്യാപകം, പക്ഷെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. തേനീച്ച വളർത്തൽ അത് പലതരത്തിൽ, നമ്മുടെ സാധാരണ തേനീച്ചയും ഈ ചെറുതേനീച്ച വളർത്തൽ ഇപ്പോൾ വളരെ വ്യാപകമുണ്ട്. വില കൂടുതലുണ്ട്, ഔഷധ ഗുണങ്ങൾ വില കൂടുതലുണ്ട്, ഔഷധ ഗുണങ്ങൾ കൂടുതലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ചെറു തേനീച്ച വളർത്തൽ ഇപ്പോൾ കേരളത്തിൽ വളരെ, അതൊരു എൻ്റർപ്രൈസായിട്ട് തന്നെ പോകുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇതൊന്നും അല്ലാത്ത മറ്റൊരു മേഖല ഈ കീടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ വേസ്റ്റിനെ ഉപയോഗിച്ച് കീടങ്ങളെ ഉപയോഗിച്ച് മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ഇതേ പുഴുക്കളെ കോഴിക്കും മീനിനും ഒക്കെ തീറ്റയായിട്ട് കൊടുക്കുന്ന വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒത്തിരി അധികം കാർഷിക സർവകലാശാല തന്നെ അങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പിന് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അവർ കോഴിക്കോട് കോർപ്പറേഷൻ്റെ മാലിന്യ സംസ്കരണം ഈ കീടങ്ങൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്നത് അത് വെച്ച് ചെയ്യുന്നുണ്ട്. ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വേസ്റ്റിലൊക്കെ വന്ന് മുട്ടയിടുന്ന. ഇപ്പം നമ്മളിപ്പോൾ ഒരു വേസ്റ്റ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ മുകളിൽ പുഴുവരിച്ചു എന്നൊക്കെ. ഇപ്പം നമ്മൾ ചില കമ്പോസ്റ്റ് ബിന്നുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പോസ്റ്റ് ബിന്നുകളിൽ പലപ്പോഴും ചിലപ്പോൾ ഈർപ്പമൊക്കെ കൂടുതലാണെങ്കിൽ ഈച്ച വന്ന് മുട്ടയിട്ട് പുഴുവാണ്. ഈ പുഴുവിൻ്റെയൊക്കെ ഒരു ആവശ്യകതയൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കമ്പോസ്റ്റ് ആക്കുന്നു. ഈ പുഴുവിന് ലൈവ് ഫിഷ് ഫീഡ് വേണ്ട ചില ഫിഷസ് ഉണ്ട്, അപ്പോൾ അതിന് കൊടുക്കുന്നതുണ്ട്. പിന്നെ ഞാൻ എടപ്പാളത്ത് മലപ്പുറം ജില്ലയിലൊരു സംരംഭകനെ ഒരു 3-4 കൊല്ലം മുമ്പ് പരിചയപ്പെട്ട ഇതേ മേഖലയിൽ തന്നെ ഉള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെതായ ഒരു സാങ്കേതിക വിദ്യയുണ്ട്. ഈ പുഴുവിനെ പഫ് ചെയ്യും. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് നമ്മൾ കാറ്റടിച്ച് നമ്മൾ എന്താണ് പോപ്കോണൊക്കെ പോലെ. അപ്പോൾ ഈ സാധനം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. ഈ തീറ്റ നേരെ വെള്ളത്തിൻ്റെ താഴെ പോയ വെള്ളം പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആവും. അദ്ദേഹം പറഞ്ഞ അറിവാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ കിടന്ന മീൻ വന്ന് വെട്ടി ഇപ്പം നമ്മൾ പലപ്പോഴും മീൻ തീറ്റ കണ്ടിട്ടുണ്ടാവും, ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുകയുള്ളൂ, അത് നേരെ താഴത്തേക്ക്. അപ്പം അങ്ങനെ നിൽക്കുന്ന അങ്ങനത്തെ സാങ്കേതിക വിദ്യകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പടി, ലോകത്തിൻ്റെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോട്ടീൻ സോഴ്സ് ആകാൻ പോകുന്നത് ഇൻസെക്ട്സ് ആണ്. അത് ഇപ്പോൾ നമ്മളുടെ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് വെജിറ്റേറിയൻസിനാണെങ്കിൽ പാലുണ്ട്, അല്ലാത്തവർക്കാണെങ്കിൽ മുട്ടയുണ്ട്, ഇറച്ചി, അത് കോഴിയായിട്ടോ മറ്റ് ജീവജാലങ്ങളോ എന്തായിട്ടും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോട്ടീൻ സോഴ്സ്. മനുഷ്യന് അത്യാവശ്യം വേണ്ടതാണ്. വെജിറ്റേറിയൻസിന് പിന്നെ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, ഇത്തരം കാര്യം. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ സോഴ്സായിട്ട് ആൾക്കാർ എടുക്കുന്ന ഇറച്ചിയും മീനും മുട്ടയാണ്. പക്ഷേ ഈ ഇറച്ചി തന്നെ നോക്കുകയാണെങ്കിൽ അതിനൊരു കണക്കുണ്ട്, കൃത്യം കണക്കിൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നില്ല. 1 കിലോ ഇറച്ചി ഉണ്ടാക്കാൻ കോഴിത്തീറ്റ വേണം. കോഴിത്തീറ്റയിലെ പ്രധാന ഘടകം ചോളമാണ്. ചോളം വേണമെങ്കിൽ നമ്മൾ കൃഷി ചെയ്യണം. കൃഷി ചെയ്യാൻ സ്ഥലം വേണം. ചോളത്തിന് വെള്ളം വേണം. ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ കൃഷി ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരുന്നു, വെള്ളത്തിൻ്റെ ലഭ്യതയും കുറഞ്ഞു വരുന്നു. ഇപ്പോൾ പശുവാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ബീഫൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോട്ടീൻ സോഴ്സ്. അപ്പോൾ ഈ ബീഫിനെയൊക്കെ ആണെങ്കിൽ അതിനായിട്ട് കന്നുകാലികളെ വളർത്തുമെന്ന് പറഞ്ഞാൽ വിശാലമായ സ്ഥലങ്ങൾ ഇവർക്ക് പുല്ല് വളർത്താൻ വേണം. പുല്ലിനും വെള്ളം വേണം, പശുവിനും വെള്ളം വേണം. അപ്പം സ്ഥലത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ആവശ്യകത 1 കിലോ ഇറച്ചി ഉണ്ടാക്കാനുള്ളത് വളരെ കൂടുതലാണ്. അതേസമയം കീടങ്ങൾക്ക് വെള്ളം വേണ്ട, സ്ഥലം വേണ്ട, വേറെ കൃഷി ചെയ്യണ്ട, അവനെ വളർത്താനോ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് മതി. ഓൾറെഡി ഒരു 5-10 കൊല്ലമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ഇൻസെക്ട് ബേസ്ഡ് ഫുഡ്സ് അവൈലബിൾ ആണ്. കാലങ്ങളായിട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ ഒരു 4-5 തലമുറ മുമ്പ് പ്രാണികളെ കഴിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഏതൊരു മനുഷ്യനും സ്വന്തം ജീവിതകാലത്തിൽ ഒരു ദിവസം ഒരു പ്രാണിയെങ്കിലും അറിയാതെ അകത്താക്കുന്നുണ്ട്, ഒരു തർക്കവുമില്ല. അത് തർക്കമില്ലാത്ത കാര്യമാണ്.
ഇപ്പോഴും നമ്മളുടെ ട്രൈബൽസിൻ്റെ ഇടയിൽ ഇപ്പോൾ കൂർഗിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിശറിനെ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്ന അത് അവിടുത്തെ വലിയൊരു ഡിഷാണ്. റെഡ് ഡാൻസിനെ വെച്ച് പുളിയുറുമ്പിനെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കൾച്ചറിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടി പുരോഗമനം വന്നു എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ പണ്ടുകാലം പോലെ അപ്പോൾ ഇപ്പം അതിനൊരു ഹൈജീനിക് ആയിട്ട് റെയർ ചെയ്ത് ഒരു ഇൻസെക്ട് ബേസ്ഡ് ഫുഡായിട്ട് ഡയറക്റ്റായിട്ട് ഇപ്പം നമുക്ക് പലപ്പോഴും എന്താണ് ഈ ഇപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ ഉള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ലൈവായിട്ട് പുഴുവിനെ തിന്നുന്നു, മറ്റേ ചെമ്പൻചെല്ലിയുടെ പുഴുവിനെ തിന്നുന്നു, പാറ്റയെ തിന്നുന്നു എന്നൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു അറപ്പ് തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ വരുന്നത് ഭൂരിഭാഗവും വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ സ്നിക്കേഴ്സ് പോലെയുള്ള എനർജി ബാറുകളായിട്ടാണ് വരുന്നത്. ഇപ്പോൾ സ്നിക്കേഴ്സിൽ എനർജിക്ക് അതിൻ്റെ അകത്ത് പ്രോട്ടീൻ സോഴ്സായിട്ട് കൊടുക്കുന്നത് നമ്മുടെ നിലക്കടലയും അങ്ങനത്തെ സാധനങ്ങളും ഒക്കെയാണ്. അതിനും ഒരേ പ്രോട്ടീൻ സോഴ്സായിട്ട് നോക്കിക്കോളൂ. ഒരു 10 തൊട്ട് 15 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇൻസെക്ട് ബേസ്ഡ് ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഒരു റാക്ക് ഉറപ്പായിട്ടും കാണും. വിദേശ രാജ്യങ്ങളിൽ വളരെ കോമൺ ആണ് ഇപ്പോൾ. ഓക്കെ, റൈറ്റ്. സാർ ഈ സബ്ജക്റ്റ് എന്താണ് ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്ത് പഠിക്കാനായിട്ട്? എൻറ്റമോളജി ബേസിക്കലി നമ്മൾ 2ാമത്തെ 3ാമത്തെ കൊല്ലമൊക്കെ കാർഷിക ബിരുദത്തിന് പഠിക്കുമ്പോഴത്തേക്കും പിന്നീട് എന്തെന്നുള്ളതിനെ കുറിച്ച് അപ്പോൾ എന്തായാലും ഹയർ സ്റ്റഡീസ് എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ഏത് വിഷയത്തെ ചൂസ് ചെയ്യണമെന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷനാണ് ആ സമയത്ത്. എല്ലാ ഇപ്പോഴും ഒക്കെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു കൺഫ്യൂഷൻ. എനിക്കതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 വിഷയങ്ങൾ ഇഷ്ടമായിരുന്നു. എക്കണോമിക്സ് ഇഷ്ടമായിരുന്നു, പാത്തോളജി ഇഷ്ടമായിരുന്നു, എൻറ്റമോളജി ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിൽ 3-ൽ ഏത് എന്നുള്ളതായിരുന്നു എനിക്ക് ചൂസ് ചെയ്യാനുണ്ടായത്. പക്ഷേ എനിക്കതിലുണ്ടായിരുന്ന ഒരു ഇത് നമ്മുടെ ഇപ്പോൾ ICARൻ്റെ ഇപ്പോഴത്തെ സിസ്റ്റവും അങ്ങനെ തന്നെയാണ്, അന്നത്തെ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പാത്തോളജി താല്പര്യമുള്ള ഒരാൾ എൻട്രൻസ് എഴുതേണ്ടത് പ്ലാൻ സയൻസ് എന്ന വിഭാഗത്തിലാണ്. അപ്പോൾ ഈ പ്ലാൻ സയൻസ് വിഭാഗത്തിൽ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് പ്ലാൻ ബ്രീഡിങ് ആൻഡ് ജെനറ്റിക്സും മൈക്രോബയോളജിയാണ്. എനിക്കിതിൽ മൈക്രോബയോളജി ഒരു പരിധി വരെ ഓക്കെയാണ്, പാത്തോളജി ഇഷ്ടമാണ്, പ്ലാൻ ബ്രീഡിങ് ആൻഡ് ജെനറ്റിക്സ് എനിക്ക് ഒരു രീതിയിലും ഇഷ്ടമില്ല എന്ന് മാത്രമല്ല എനിക്ക് തലയിലൊക്കെ ഒന്നും കനിച്ചൊരു പ്രയാസമുള്ള. അപ്പോൾ അതായിരിക്കും എന്തായാലും ഒരു 50% ക്വസ്റ്റ്യനും പ്ലാൻ ബ്രീഡിങ് ആൻഡ് ജെനറ്റിക്സ് ആണ്. ഞാൻ ആ പരീക്ഷയ്ക്ക് എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതിയാൽ ഈ 3 സബ്ജക്റ്റും കൂടെയും പഠിച്ച് പാത്തോളജിക്ക് മാത്രമേ എനിക്ക് മാർക്കുകൾ കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അത് പാത്തോളജി അങ്ങ് വിട്ടു. എക്കണോമിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എക്കണോമിക്സ് ഇഷ്ടമായിരുന്നതുകൊണ്ട് മാത്രമേ അപ്പം അതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ നിർബന്ധമായിട്ട് എഴുതേണ്ട മറ്റൊരു പഠിക്കേണ്ട സബ്ജക്റ്റ് എക്സ്റ്റൻഷൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ അപ്പം അതുകൊണ്ട് എക്കണോമിക്സും ഒഴിവാക്കി. പിന്നെ എൻറ്റമോളജിയുടെ കൂടെ ആ കൂടിയുള്ള നിമറ്റോളജിയാണ്. നിമറ്റോളജി ആകെ കൂടി ഒരു വിഷയമുള്ളൂ. അതിൽ നിന്ന് ആ കൂടി ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന 5-10 ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. റിലേറ്റഡ് ആണ് നമ്മുടെ സബ്ജക്റ്റുമായിട്ട്. അപ്പം അങ്ങനെ ആണ് എൻറ്റമോളജിയിലേക്ക് എത്തി. 3 സബ്ജക്റ്റിൽ നിന്ന് 1ലേക്ക് വന്നത് ഇങ്ങനെയാണ്. ഇതിലൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ പല അധ്യാപകരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം എക്കണോമിക്സിലാണെങ്കിൽ എന്നെ പഠിപ്പിച്ച ലതാ ബാസ്റ്റിൻ ടീച്ചർ ഉണ്ടായിരുന്നു, റിട്ടയർ ചെയ്തു. പടന്നക്കാടായിരുന്നു, വെള്ളാനിക്കരയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ടീച്ചറുടെ ഒരു ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട്. പാത്തോളജിയിലാണെങ്കിൽ ഡോക്ടർ പ്രേംനാഥ് സാർ, വൺ ഓഫ് ദി എക്സലൻറ്റ് ടീച്ചേഴ്സ്. എൻറ്റമോളജിയിലായിരുന്നെങ്കിൽ ഒത്തിരി അധികം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ച ഫൈസൽ സാർ, ഇപ്പോഴും സാറുണ്ട്. ഫൈസൽ സാറാണ് ആദ്യത്തെ ബേസിക്സ് 2 കോഴ്സുകൾ, 3 കോഴ്സുകൾ ബേസിക്സ് പഠിപ്പിച്ച്. പിന്നെ 2 പേര് ഉണ്ടായിരുന്നത് ഡോക്ടർ മഹാപാത്ര, ഇപ്പോൾ IRAയിൽ സയൻറ്റിസ്റ്റാണ്. പിന്നെ സാറ് ഇപ്പോൾ ആന്ധ്രയിലാണ്. സാറ് ഇവിടെ നിന്ന് പുറമേ സാറിൻ്റെ പേര് സായിറാം സാർ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകുമാർ സാർ വന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്ത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട്. പ്രധാനമായിട്ടും നമ്മളൊരു സബ്ജക്റ്റിലേക്കൊക്കെ തിരിയുന്നത് ചില ടീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ എന്താണ് ഇൻസെക്റ്റ് മാത്രം താല്പര്യം എന്നുള്ളതിനേക്കാൾ ചിലപ്പോൾ ആ സബ്ജക്റ്റിനോട് ഒരു ടീച്ചറുടെ ഇൻഫ്ലുവൻസും കൂടെ കയറി വരും. അതും കൂടെ ഈ 3 സബ്ജക്റ്റിൽ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസും കൂടെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു വന്ന കാര്യങ്ങളെ കുറിച്ച് പോയി. അപ്പോൾ സാർ, നമ്മളിപ്പോൾ മിത്രകീടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മളൊരു കർഷകൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നു, നെൽകൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഒരു കോൺടാക്സിൽ ഞാൻ എപ്പോഴാണ് ഒരു കീട നിയന്ത്രണം തുടങ്ങേണ്ടത് എൻ്റെ ഫീൽഡിൽ?
ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കീടം ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കൃഷിയിൽ പൊട്ടിമുളയ്ക്കുന്ന ഒന്നുമല്ല. അല്ല. അപ്പം നമ്മൾ ഒരു വിളയെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ആദ്യം വാഴ എടുക്കാം, പിന്നെ നമുക്ക് നെല്ലിലേക്ക്. ഇപ്പോൾ വാഴ എടുക്കുകയാണെങ്കിൽ വാഴയിൽ പ്രധാനപ്പെട്ട കീടങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മാണമുണ്ട്, പിന്നെ ഒന്ന് നമ്മൾ പിണ്ടിപ്പുഴു എന്ന് പറയുന്നത് സ്യൂഡോസ്റ്റം വീവൾ, പിന്നെ ഇല തിന്നുന്ന കുറച്ച് പുഴുക്കളുണ്ട്, പിന്നെ ചിലപ്പോൾ സീസൺ അനുസരിച്ച് ചിലപ്പോൾ മണ്ടരി വരാം, വെള്ളീച്ചൊക്കെ അത്ര കോമൺ ഒന്നുമല്ല, മണ്ടരിയൊക്കെ കയറി വരാം, നിമാവരകളും ഷഡ്പദങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതല്ല എങ്കിൽ പോലും കീടമായിട്ട് വരുന്ന നിമാവരകളും ഒക്കെ കയറി വരാം. ഇതിൽ മാണവണ്ട് എന്ന് പറയുന്നത് തുടക്കത്തിലേ കയറാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ കന്നിക്കട പകരുന്ന ഒന്നാണ്. കാരണം അതിൻ്റെ മുട്ട കന്നിലുണ്ടാവും, പുഴു കന്നിലുണ്ടാവും. നമ്മൾ കന്ന് വൃത്തിയായിട്ട് ചെത്തി വൃത്തിയാക്കി ചാണകച്ചാരക്കുഴമ്പിൽ മുക്കി ഒരു 3 ദിവസം ഉണക്കി നടണം എന്നൊക്കെ പറയുന്നത് ഈ നിമാവിരകളെയും അതുപോലെ തന്നെ ഈ മാണവണ്ടിനെയും കുറയ്ക്കാൻ. ഇത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാണവണ്ടിനെ ക്ഷണിച്ചു വരുത്തുകയാണ്. പിണ്ടിപ്പുഴു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 4ാമത്തെ വാഴ നട്ടൊരു 3-4 മാസം കഴിയുമ്പോഴേ പിണ്ടിപ്പുഴു വരുള്ളൂ. അതുവരെ ഈ സംഭവം വരില്ല. അതും ഈ വാഴ നന്നായിട്ട് ഈ ഉണങ്ങിയ വാഴക്കൈകൾ, തൂങ്ങിക്കിടക്കുന്ന വാഴക്കൈകൾ റെഗുലറായിട്ട് മുറിച്ച് മാറ്റി കൊണ്ടു കിടക്കുന്ന വാഴത്തോട്ടങ്ങളിൽ പിണ്ടിപ്പുഴു ശല്യം താരതമ്യേന കുറവായിരിക്കും. പിന്നെ സീസൺ അനുസരിച്ച് ഇപ്പോൾ ഇലതീനി പുഴുക്കളൊക്കെ ചിലപ്പോൾ സീസണലായിട്ടൊക്കെ നല്ല കാലാവസ്ഥയൊക്കെ, സ്പോഡോപ്റ്ററയൊക്കെ നല്ല കാലാവസ്ഥയൊക്കെ അനുകൂലമായിട്ട് വന്നാൽ പെട്ടെന്ന് കയറി വന്നേക്കാം. പക്ഷെ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. നിമാവരയുടെ ശല്യം നമ്മൾ സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴാണ് നിമാവരയുടെ ശല്യം കൂടിക്കൂടി വരുന്നത്. കൃഷിയുടെ ഒരു അടിസ്ഥാന തത്വം പറയുന്ന കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലാതെയും നമ്മൾ പറയുന്നത് ക്രോപ്പ് റൊട്ടേഷനാണ്, വിള പരിക്രമം എന്ന് പറയുന്നത്. അത് ചെയ്യാതെ വരുമ്പോഴാണ് നിമാവര. അപ്പോൾ അതൊരു കീടം വരും എന്ന് പറയുന്നത് നമുക്കും കുറേയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷെ അതേസമയം നമുക്ക് ചില വിളകളിൽ, ഇപ്പോൾ നെൽകൃഷി പോലെയുള്ള വിളകളിൽ 1ാം വിളയിൽ താരതമ്യേന കീടബാധയൊക്കെ കുറവാണ്. വിരിപ്പിൽ തണ്ടുവരപ്പം താരതമ്യേന കുറവാണ്, ഓല ഉരുട്ടി താരതമ്യേന. അതേസമയം 2ാം വിളയും 3ാം വിളയും ആകുമ്പോഴത്തേക്കും തണ്ടുവരപ്പിനും ഓല ഉരുട്ടിയും, കാരണം ആ കീടങ്ങൾക്ക് കുറച്ചുകൂടി സഹായകരമായ കാലാവസ്ഥ നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം. അതിൽ തന്നെ നമ്മളുടേതായിട്ടുള്ള ചില കോൺട്രിബ്യൂഷനുകൾ ഉണ്ട് ഈ കീടങ്ങളുടെ എണ്ണം കൂട്ടാൻ. നൈട്രജൻ വളം അധികമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓലയുരുട്ടിയുടെ ശല്യം കൂടും, മുഞ്ഞയുടെ ശല്യവും കൂടും. പൊതുവെ കീടബാധയ്ക്ക് എല്ലാത്തിനും സാധ്യതയുണ്ട്. അത് വാഴയിലൊക്കെ അത് ബാധകമാണ് കേട്ടോ. പിന്നെ കളകളുടെ എണ്ണം കൂടിയാൽ, കള നിയന്ത്രണം അത്ര പെർഫെക്റ്റ് ആയില്ല എങ്കിൽ ചാഴിയുടെ ശല്യം ഭയങ്കരമായിട്ടങ്ങ് കൂടും. അപ്പോൾ ഇതൊക്കെ ലിങ്ക്ഡാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ ഒരു കീടം പൊട്ടിമുളയ്ക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നെല്ലിലൊക്കെ മുഞ്ഞ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പൊതുവെ ഇപ്പോൾ തൃശ്ശൂർ കോളിലൊക്കെ മുഞ്ഞ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഇച്ചിരി പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വിതയിൽ വിത്തിൻ്റെ അളവ് പറയുന്നത് 30 തൊട്ട് 40 കിലോ വിത്ത് 1 ഏക്കറിന് വിതയ്ക്കാൻ വേണം എന്നാണ്. 32 കൃത്യം പറയുമ്പോൾ നമ്മൾ 32 തൊട്ട് 40 കിലോ എന്ന് പറയും. കോളിൽ വന്ന് ഇപ്പോൾ വിതയ്ക്കുന്നത് 55 തൊട്ട് 60 കിലോ ആണ്. അവരുടെ ഒരു നീഡാണ്. അപ്പോൾ അത് പക്ഷേ ആ ചെടികളുടെ എണ്ണം അങ്ങോട്ട് കുറ്റിയായിട്ട് ചെനപ്പ് പൊട്ടാനുള്ള ഒരു സ്ഥലം പോലും ഇല്ല അവിടെ. അപ്പം ഇത്രയും തിങ്ങി നിൽക്കുമ്പോൾ കീടങ്ങൾക്ക് പെറ്റു വരികയാനുള്ള ഒരു ആവാസ വ്യവസ്ഥ നമ്മളായിട്ട് അവിടെ സൃഷ്ടിക്കുക. അപ്പം അങ്ങനത്തെ. അതേസമയം ഇതൊന്നും ബന്ധമല്ലാതെ ഇപ്പോൾ ബാക്ടീരിയ ലെഗർസിൽ എന്ന് പറഞ്ഞ രോഗം നെല്ലിൽ വളരെ പ്രശ്നമാണ്. ഇതിപ്പോൾ നമ്മളുടെ മാത്രം ഒരു കൃഷിക്കാരനൊരു കൃഷി രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച പറ്റിയത് കൊണ്ട് ബാക്ടീരിയ ലെഗർസിൽ വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ബാക്ടീരിയ ലെഗർസിൽ ഒരു തവണ വന്നാൽ മണ്ണിലും ഉണ്ടാവും, വെള്ളത്തേക്കിടയും വരാം, അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു 50-60% കീടബാധകളെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിലുണ്ടാകും എന്ന്. തന്നെ അവയ്ക്കെതിരെ നമുക്ക് വേണ്ട നിയന്ത്രണ മാർഗങ്ങൾ എടുക്കുകയും ചെയ്യാം. പ്രതിരോധ മാർഗങ്ങൾ, നിയന്ത്രണ മാർഗമല്ല, പ്രതിരോധ മാർഗങ്ങൾ. ഈ പ്രതിരോധ മാർഗങ്ങളെ തട്ടി മാറ്റി ചിലപ്പോൾ ഇവൻ കയറി വരാം. എപ്പോഴും കർഷകരും ചെയ്യുന്ന ഒന്ന് വരുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. ഇപ്പോഴത്തെ പണ്ടൊക്കെ ആണെങ്കിൽ ഫിറിഡാൻ പോലെയുള്ള കീടനാശിനികൾ
ഒരു 45 ദിവസമൊക്കെ അതിൻ്റെ വിഷാംശം നിലനിൽക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഭൂരിഭാഗം കീടനാശിനികളും ഒരു 15 ദിവസത്തെ കൂടുതലൊന്നും, മാക്സിമം 15ആണ്, അതിൽ കൂടുതലൊന്നും നിലനിൽക്കില്ല. അപ്പോൾ എന്താണ്, ഇന്ന് ഞാൻ അടിച്ചു, 15 ദിവസം കഴിയുമ്പോൾ കീടത്തിന് വീണ്ടും വരാം. അപ്പോൾ അതിനൊരു പ്രതിരോധം എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. അത് ഒത്തിരി അധികം ചിലവ്, പുതിയ പുതിയ കീടനാശിനികൾ വരുംതോറും ചിലവങ്ങ് കൂടുകയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 2005 2007 വരെ ഒരേക്കറിൽ ഒരു കീടനാശിനി തളിക്കാൻ ഒരു 250 തൊട്ട് 500 രൂപ മതിയായിരുന്നു. 2010 ആയി തൊട്ട് ഇപ്പോൾ വരെ ഏതാണ്ട് അതൊരു 750 തൊട്ട് 1000 1200 രൂപ വരെ. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ തൊട്ട് പുതുതായിട്ട് വരുന്ന കീടനാശിനികളിൽ ഒരേക്കറിന് ഏതാണ്ട് 2000 രൂപയിലേക്ക് കയറി നെൽകൃഷിയിലെ കാര്യമാണ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ വില കൂടുകയാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ കൊണ്ട് കൊടുക്കുന്ന കൃഷി നഷ്ടത്തിലേക്ക് ആക്കുള്ളൂ. സാർ, ഇപ്പം ഞാനൊരു ഏതൊരു പോയിന്റിലാണ് ഇത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എപ്പോഴും എനിക്ക് തോന്നുന്നു കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള മാർഗ്ഗമായിരിക്കും വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുമ്പോൾ, ആണോ? അതോ അത് ഞാൻ പറയില്ല. ഇല്ല, അതൊരു കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഒരു പുതിയ കീടനാശിനി നെല്ലിൽ വന്നിട്ടുണ്ട്, തരി രൂപത്തിൽ. ഇപ്പം ഒരു ബ്രാൻഡ് നെയിം പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. പുതിയൊരു കീടനാശിനിയാണ്, അതിൻ്റെ ഒരു ലിക്വിഡ് ഫോമുലേഷനൊക്കെ മാർക്കറ്റിലുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് നെല്ലിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു തരി രൂപത്തിലുള്ള കീടനാശിനി ഉണ്ടായിരുന്നു. അതിന് ഒരേക്കറിന് വേണ്ടി വരുന്ന ചിലവ് 1000 രൂപയായിരുന്നു. പുതിയത് വന്നതിന് 2000 രൂപയായി. അപ്പോൾ ഇപ്പം നമ്മൾ ഒന്നാം വിളയിൽ വളരെ എളുപ്പത്തിൽ അതിനൊന്ന് നമുക്ക് ഒന്നാം വിളയിൽ തണ്ടുവരപ്പനോ ഒലയുരുട്ടിയും നമുക്ക് കാര്യമായിട്ട് വരില്ല. അപ്പം നമ്മൾ ഒന്നാം വിളയിൽ അതിന് ഈ ഒരു കീടനാശിനി കൊണ്ട് ഇടുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതേസമയം രണ്ടാം വിളയിൽ നമുക്ക് മുണ്ടകൻ കൃഷിയിൽ തണ്ടുവരപ്പനോ ഒലയുരുട്ടി ഉറപ്പായിട്ടും വരും. അവിടെ നമ്മൾ ഇത്രയും വിലയുള്ള ഒരു കീടനാശിനി ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഇതിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഒരു കൃഷിക്കാരൻ കൃത്യമായിട്ട് സ്വന്തം വിള നിരീക്ഷിച്ച് അതിലൊരു കീടബാധയ്ക്കുള്ള നല്ലൊരു കർഷകനാണ് എങ്കിൽ വിളയിൽ വരുന്ന ഒരു ചെറിയ മാറ്റം പോലും തിരിച്ചറിയും. അപ്പം തിരിച്ചറിയും. അപ്പം അതിനൊരു നിയന്ത്രണം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല സമയവും ഏറ്റവും നല്ല മാർഗവും. സാർ, ഞാൻ അതിലൊരു ഇതുള്ളത്, നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ ഏക്കേഴ്സിൽ കൃഷി ചെയ്യുമ്പോൾ, അതായത് 100 ഏക്കറോ 200 ഏക്കറിലോട്ടൊക്കെ കൃഷി പോകുമ്പോൾ, സാർ ഈ പറഞ്ഞത് ഒബ്സർവേഷൻ വർക്കാവാതെ ഒന്നും പോലെ. ഇപ്പം എനിക്കതിൽ വളരെ രസകരമായൊരു അനുഭവം ഒരിക്കലും നെൽകൃഷിയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ക്ലാസ് എടുത്തപ്പോൾ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഒരു കർഷകൻ എൻ്റെ ക്ലാസ്സിൻ്റെ അവസാനം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു, സാറി പറഞ്ഞതൊക്കെ ശരി, പക്ഷെ ഒരു കാര്യം ചെയ്യാതെ ഇതൊന്നും വിജയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നെൽകൃഷിയിൽ ജൈവമാർഗ്ഗങ്ങളും കീടനാശിനിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, എല്ലാ ദിവസവും വരമ്പത്ത് പോവാതെ സാറി പറഞ്ഞതൊന്നും. അത് അടിവരയിട്ട് പറയേണ്ടതാണ്. നമ്മളൊരു കീടനാശിനി മുൻകൂട്ടി കൊടുക്കുന്നു. ഇപ്പം നമ്മൾ കുട്ടനാട് മേഖലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും കൊടുക്കേണ്ട കീടനാശിനികളുടെ ലിസ്റ്റ് കർഷകരുടെ കയ്യിലാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ അങ്ങ് കൊടുത്തു. പക്ഷെ ആ ഒരു രീതിയോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഇപ്പം നമ്മൾ ചില കാര്യങ്ങളിൽ മുൻകൂട്ടി ചെയ്യേണ്ടത്, ഞാൻ എല്ലാത്തിലും അങ്ങനെ അടച്ചു പറയുന്നത് ശരിയല്ലേ. ഇപ്പം തെങ്ങിൽ ചെമ്പൻചെല്ലി, തൈത്തെങ്ങുകളിൽ ഒരു 10 തൊട്ട് 15 വർഷം വരെ പ്രായമുള്ള തൈത്തെങ്ങുകളുടെ അന്തകനാണ് ചെമ്പൻചെല്ലി. ഈ ചെല്ലിയെ കണ്ടിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും തെങ്ങ് പോയി. അതേസമയം അപ്പം അതിന് പ്രതിരോധം വേണം. എല്ലാ 2-2.5 മാസം കൂടുമ്പോഴും നമ്മൾ അതിന് പ്രതിരോധ നടപടി ചെയ്യേണ്ടതുണ്ട്. അതുതന്നെയാണ് ഞാൻ ഈ നെല്ലിൻ്റെ കാര്യത്തിലും പറഞ്ഞ്, രണ്ടാം വിളക്കാലത്ത് മുണ്ടകൻ കൃഷിയിൽ നമുക്ക് തണ്ടുവരപ്പൻ ഒലയുരുട്ടി ഉറപ്പായിട്ടും വരും. അതിനൊരു പ്രതിരോധ മാർഗം നമുക്ക് എടുക്കാം. പക്ഷെ ഒന്നാം വിളക്കാലത്ത് കണ്ടാൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം ഇതേ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാഴി, നെല്ലിലെ ചാഴി നമ്മൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ കൃഷിക്കാർ പറയും, ഈ പാലക്കാടൻ കാറ്റ്, നമ്മുടെ ഡിസംബർ ജനുവരിയിൽ പാലക്കാടൻ കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഇവിടെ ചാഴി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. അപ്പോൾ പാലക്കാടൻ കാറ്റ് വീശുന്നുണ്ടെങ്കിൽ പിന്നെ അവൻ സ്പ്രേ ചെയ്യാൻ പോകേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ സ്പ്രേ ഇല്ലെങ്കിൽ ചാഴി കാണുകയാണെങ്കിൽ അപ്പം കൊടുക്കാം. ചാഴിയൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ഒരു സുപ്രഭാതത്തിൽ പൊട്ടുമുളയ്ക്കുന്നതല്ല. അപ്പോൾ മിക്കവാറും കീടങ്ങൾക്ക് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു വിൻഡോ അവിടെ
കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ ചിലതിന് അത് ഇച്ചിരി പ്രയാസമാണ്. ഇപ്പോൾ നമ്മുടെ പൊട്ടുവെള്ളരിയൊക്കെ ചെയ്യുന്ന കർഷകർ 45 ദിവസത്തെ കൃഷിയുള്ളൂ. പൊട്ടുവെള്ളരിയിൽ കായ്ച്ചൊന്നും പറ്റില്ല. അങ്ങനെ ആ കായ ഒരു ഗിച്ച് കുത്തി കഴിഞ്ഞാൽ പിന്നെ അത് പോയി. അവരതിന് മുൻകൂട്ടി മരുന്നടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടുവെള്ളരിയിൽ മുഴുവൻ കീടനാശിനിയാണെന്നായിരിക്കും അത് വരുന്നത്. ഇവർ കൊടുക്കുന്നത് 4 ഇല പരുവത്തിലാണ്. സാർ ഇപ്പോൾ നമ്മളിപ്പോൾ കെമിക്കൽസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്താണെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കെമിക്കൽ സ്പ്രേ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ വിരിപ്പിൻ്റെയും മുണ്ടകൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് മുണ്ടകനിൽ സ്പ്രേ ചെയ്യേണ്ട സ്റ്റേജ് വരും. ആ ഒരു സ്റ്റേജ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? അതിന് കൃത്യമായിട്ടൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു രീതി ഉണ്ടോ? ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ ETL എന്ന് പറയുന്നതാണ്. ETL പക്ഷേ ശരിക്കും പറഞ്ഞു ഇപ്പോൾ നമ്മൾ തണ്ടുവരപ്പൻ്റെ ETL, നമ്മുടെ ഇന്ത്യയിൽ തണ്ടുവരപ്പൻ്റെ ETL എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ എന്ന് പറയുന്ന ഒരു ചതുരശ്ര മീറ്റർ നെൽപ്പാടത്ത് ഒരു തണ്ടുവരപ്പൻ്റെ പാറ്റയോ അല്ലെങ്കിൽ ഒരു മുട്ടക്കൂട്ട് രഗ്മാസിനെയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന ഈ എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ എന്ന് പറയുന്നത് ഈ 1 എന്ന് പറയുന്ന ഇപ്പോൾ തണ്ടുവരപ്പൻ്റെ ഒരു പാറ്റ അല്ലെങ്കിൽ ഒരു മുട്ടക്കൂട്ടം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ അല്ല. ഇതിൻ്റെ എക്കണോമിക് ത്രെഷോൾഡ് ലെവലിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. അതിനൊരു കണക്കാക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. C/VADK എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൽ ന്യൂമറേറ്ററിൽ മുകളിൽ വരുന്നത് C, താഴെ വരുന്നത് VIDK എന്നുള്ളതാണ്. അപ്പോൾ C എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ്, അതായത് നമ്മളൊരു കീടനാശിനി തളിക്കാൻ വേണ്ടി വരുന്ന നമുക്ക് ചിലവ്. താഴെ വരുന്ന IDK നമുക്കങ്ങ് വിടാം. V എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദി പ്രൊഡ്യൂസ് എന്നാണ്. അതായത് എനിക്ക് എത്ര വില കിട്ടുന്നു ഈ സാധനം ഉൽപ്പന്നം വിറ്റാൽ. വളരെ സിമ്പിളായിട്ട് ഇതിന് നമുക്കൊന്ന് കണക്കാക്കുകയാണെങ്കിൽ ഏലക്കയ്ക്ക് ഇപ്പോൾ 3000 തൊട്ട് 4000 രൂപ വരെ വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതിൽ നിന്ന് ഒത്തിരി താഴത്തേക്ക് അങ്ങ് 2700 വരെയൊക്കെ ചിലപ്പോൾ പോന്നേക്കാം എന്നുള്ളതല്ല. അതൊരു 3000-നോട് അടുപ്പിച്ചാണ് കഴിഞ്ഞത്. ഈ 4000 വരെ എത്തിയ സമയങ്ങൾ ഉണ്ട് 5 കൊല്ലത്തിനിടയിൽ തന്നെ. ഈ 5 കൊല്ലത്തിൻ്റെ ഇടയിൽ തന്നെ 700 എത്തിയ സമയവും ഉണ്ട്, 1000 താഴെ പോയ സമയമുണ്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ 4000 എത്തുമ്പോൾ കൃഷിക്കാരൻ 10 തൊട്ട് 15 ദിവസം ഇടവിട്ട് ഒരു സ്പ്രേ കൊടുക്കുകയാണ്. കാരണം അവൻ്റെ ഉൽപ്പന്നത്തിന് ഒരു കേടും വരരുത്, അത്രയും വിലയുണ്ട് അവിടെ. അപ്പോൾ എന്താണ് എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ എന്ന് പറയുന്നത്? അതായത് C/V ആണ് ഞാൻ പറഞ്ഞത്. ഡിനോമിനേറ്റർ ഉൽപ്പന്നത്തിൻ്റെ വില കൂടുമ്പോൾ എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ, കീടം എപ്പോഴാണോ നമ്മൾ കീടനാശിനി അടിക്കേണ്ട കീടത്തിൻ്റെ എണ്ണം അത് കുറഞ്ഞു വരും. അതേസമയം നമ്മൾ വില അങ്ങ് കുറഞ്ഞു, ഏലക്കായുടെ വില 700 പോകുമ്പോൾ മാസത്തിൽ ഒരു സ്പ്രേ പോലും അടിക്കാത്ത കർഷകനുണ്ട്. കാരണം അടിക്കുന്നത് നഷ്ടമാണ്. അപ്പോൾ അതിനൊരു ലെവല് ഇപ്പം നമ്മളൊരു കാർഷിക സർവകലാശാല ഇന്ന വിളയിൽ ഇന്ന കീടത്തിനെതിരെ ഇതാണ് എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ എന്നൊരു വാല്യൂ പറയാമെന്നുള്ളതല്ലാതെ അതൊരു കർഷകൻ്റെ ഡിസിഷനാണ്, അതൊരു എക്കണോമിക് ഡിസിഷനാണ്. ഉൽപ്പന്നത്തിന് എന്ത് വില കിട്ടുന്നു? ഇപ്പോൾ തേങ്ങയ്ക്കിപ്പോൾ ഭയങ്കരമായിട്ട് വില കയറി, കിലോയ്ക്ക് 70 രൂപ വരെ എത്തി, 70-ന് മുകളിലേക്കും പോയി. ഇപ്പോൾ തെങ്ങ് കയറാനും 1.5 മാസം കൂടുമ്പോൾ വളമിടാനും നമ്മൾ പോകും. തേങ്ങയ്ക്ക് 5 രൂപ താഴെ പോവില്ല. തേങ്ങയ്ക്ക് 2 മണ്ടരി ഉണ്ടെങ്കിൽ പോലും ആ മണ്ടരി അവിടെ നിന്നോട്ടെ എന്നേ വിചാരിക്കുകയുള്ളൂ. ഇപ്പം ഈ സമയത്ത് വില കൂടി നിൽക്കുമ്പോൾ മണ്ടരി കാണുമ്പോൾ പോലും ഇതെന്ത് ചെയ്യണം? അവനെ സംബന്ധിച്ചിടത്തോളം എന്താ, 4 തേങ്ങ അല്ലെങ്കിൽ 2 തേങ്ങ, ഇപ്പോൾ ഇവിടുത്തെ റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 2 തേങ്ങ വിറ്റ് കഴിഞ്ഞാൽ തെങ്ങ കയറാനുള്ള ആളായി. അതിനുള്ള ഒരു തെങ്ങിൽ 2 തേങ്ങ കിട്ടിയാൽ മതി, തെങ്ങ് കയറാനുള്ള കൂലി കൊടുത്തു. അപ്പോൾ 5 തേങ്ങയോ അല്ലെങ്കിൽ 6 തേങ്ങയോ ഉള്ള ഒരു തെങ്ങാണെങ്കിൽ പോലും അതിൽ കയറ്റും. കാരണം 2 എണ്ണത്തിൻ്റെ കാശും കൊണ്ട് കയറ്റുകൂലി കിട്ടി. എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂ. അതല്ലാതെ മറ്റെന്തെങ്കിലും വാല്യൂസ് ഉണ്ടോ അതിൽ? കർഷകന് സ്വയം ഒരു ഡിസൈഡ് ചെയ്യേണ്ട, അതാണ് നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള, അതാണ് ഒരു ശരിയായിട്ടുള്ള രീതി. ശാസ്ത്രീയമായിട്ടും ശരി തന്നെയാണത്. അതായത് ഒരു വിലയില്ലാത്ത സാധനത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഒത്തിരി കീടനാശിനി കൊടുക്കുന്നത്. ഇപ്പം നെൽകൃഷിയിൽ വളരെ സിമ്പിളാണിത്. നെൽകൃഷിയിൽ
നമ്മൾ ഉൽപ്പന്നം വിൽക്കുമ്പോൾ നമ്മൾ സർക്കാരിന് കൊടുക്കുകയാണ്, പ്രൊക്യൂർമെൻറ്റിന് കൊടുക്കുകയാണ്. 28 രൂപ ചില്ലറ പൈസയായിട്ട് സർക്കാർ മേടിക്കുന്നു. ആ പൈസ നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ETL വാല്യൂ മാറില്ല. ഓക്കെ. അപ്പം അത്തരം വിളകളിൽ നമുക്ക് ETL വാല്യൂ ഫിക്സഡ് ആയിട്ട് വെക്കാം. പക്ഷേ അല്ലാത്ത വിളകളിൽ പച്ചക്കറിയോ ഏത്തക്കായോ ഒക്കെ പോലെയുള്ള വിളകളിൽ നമുക്കൊരു ETL ഒരു കോൺസ്റ്റൻ്റ് ആക്കാൻ ഇച്ചിരി പാടാണ്. നമുക്ക് ഫിക്സ് ചെയ്യാം, പക്ഷെ അത് അതിലേക്ക് എത്തിച്ചേരാൻ ഇച്ചിരി പാടാണ്. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി ആയിട്ട് എന്തെങ്കിലും അലേർട്ടുകളോ പെസ്റ്റ് അലേർട്ടുകളോ എന്തെങ്കിലും അതിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ വിജ്ഞാന വ്യാപന വിഭാഗം മേധാവിയും അവിടുത്തെ പത്തോളജി വിഭാഗത്തിലെ ശാസ്ത്രജ്ഞയും കൂടിയായിട്ട് നല്ലൊരു ചർച്ചയും കൂടി അടുത്ത ആഴ്ച വരും. ഇപ്പോൾ പുതിയൊരു രോഗം ഇഞ്ചിയിൽ വരുന്നുണ്ട്, പൈറുക്കുലേറിയ. നമ്മളൊന്നും പഠിക്കാത്ത, കണ്ടാൽ നമുക്കതൊരു ഫിലോസ്റ്റിക്റ്റ ഇലപ്പുള്ളി രോഗം, പഴയൊരു ഫിലോസ്റ്റിക്റ്റ ഇലപ്പുള്ളി രോഗം പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പം ഞാനും തന്നെ അത് ഫിലോസ്റ്റിക്റ്റ ഇലപ്പുള്ളി രോഗമാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ശുപാർശ കൊടുത്തു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കൃഷിക്കാരൻ എനിക്ക് തിരിച്ച് ഫോട്ടോ അയച്ചു തന്ന ആ പ്രദേശം മുഴുവൻ കരിഞ്ഞു നിൽക്കുന്നതാണ്. ഒരിക്കലും ഫിലോസ്റ്റിക്റ്റയും കൊണ്ട് അങ്ങനെ വരില്ല. അപ്പോൾ അമ്പലവയലിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ അതിന് പുതിയ കുമിൾബാധയാണെന്ന് തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഒക്കെ അത് അംഗീകരിച്ചിട്ടുണ്ട്. നിയന്ത്രണ മാർഗ്ഗം എന്താണെന്ന് പഠിക്കാൻ നമുക്കൊരു പക്ഷേ കർഷകർക്കും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇങ്ങനൊരു പുതിയ രോഗബാധയുണ്ട് എന്നുള്ള ഒരു അലേർട്ട് കൊടുക്കേണ്ട സോഷ്യൽ മീഡിയ വഴി അലേർട്ട് കൊടുക്കാൻ വലിയ പ്രയാസമില്ല. അതിപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച തന്നെ പോകും. ഓക്കെ സാർ, നമ്മളിപ്പോൾ ഒരു പെസ്റ്റിസൈഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് അതിൽ ലേബലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മഞ്ഞയുണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലൊരു കാര്യമുള്ളത്, ഇതിൽ ഈ ഗ്രീൻ അലേർട്ട് എന്ന് പറയുന്നത് ഗ്രീൻ ലേബലുള്ള പെസ്റ്റിസൈഡ്സ് ആ റെഡ് ലേബലുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന അത്ര എഫക്റ്റീവ് ആയിരിക്കും, അതോ അതിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഈ കീടനാശിനികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഭയങ്കര രസകരമാണ്. ഈ പറയുന്ന നമ്മുടെ ആദ്യത്തെ മോഡേൺ പീരീഡിലെ ആദ്യത്തെ കീടനാശിനി എന്ന് പറയുന്നത് DDT ആണ്. ഈ DDT കണ്ടുപിടിച്ചപ്പോൾ DDT ഉപയോഗിച്ചിരുന്നത് വിളകളിലല്ല. 1939 കണ്ടുപിടിക്കപ്പെട്ട 1873 72 മറ്റാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിക്കുന്നത് 39 പോൾ മുള്ളർ കണ്ടുപിടിക്കുന്നത്. അന്ന് സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലങ്ങളോളം ഈ യുദ്ധത്തിന് ട്രെഞ്ചുകളിൽ നിന്ന് പട്ടാളക്കാർ യുദ്ധം ചെയ്യുകയാണ്. ഈ ട്രെഞ്ചുകളിൽ ഇങ്ങനെ മാസങ്ങളോളം നിൽക്കുമ്പോൾ അവിടെ ഒരു ചെള്ള്, ഇപ്പം നമ്മൾ ചെള്ള് പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ കാണുന്നത്, അതുപോലെ ഒരു ചെള്ള് പനി ആൾക്കാരുടെ ഇടയിൽ, പട്ടാളക്കാരുടെ ഇടയിൽ വ്യാപകമായിരുന്നു. ഒത്തിരി ആൾക്കാർ മരിച്ചു പോകുന്നുണ്ടായിരുന്നു. ഈ ചെള്ളുപനി ഉള്ളത് കൊണ്ട് തന്നെ ഈ പട്ടാളക്കാരുടെ ദേഹത്തേക്ക് നമ്മളിപ്പോൾ ടാൽക്കം പൗഡർ നമ്മുടെ ദേഹത്തിടുന്ന പോലെ DDT പൊടി ദേഹത്തിടുമായിരുന്നു. ഇപ്പം നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പട്ടാളക്കാരിങ്ങനെ ഷർട്ട് മാറ്റി പിടിച്ച് അതിൻ്റെ അകത്തേക്ക് DDT പൊടി ഇട്ട് കൊടുക്കുന്നത്. നമ്മളൊരു പൗഡർ ഇടുന്ന ലാഘവത്തോടെ ഇടുന്ന അന്ന്. പക്ഷേ ആ DDT ഉപയോഗം കൃഷിയിലായിരുന്നില്ല, മനുഷ്യർക്ക് ഈ DDT ഉപയോഗം മനുഷ്യജീവനെ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ DDT കീടനാശിനി ഇത് കണ്ടുപിടിച്ച പോൾ മുള്ളറിന് 48 നോബൽ പ്രൈസ് കൊടുത്തു. ഇതേ കാലയളവിൽ തന്നെ സംഭവിച്ചൊരു കാര്യം, രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മനിയിൽ ഹിറ്റ്ലർ ഈ രാസ ആയുധങ്ങളുടെ വികസനത്തിനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് ജെറാഡ് ഷ്രാഡർ എന്നും പറഞ്ഞുകൊണ്ടൊരു ജർമ്മൻ ശാസ്ത്രജ്ഞനുണ്ട്. അപ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിൽ ഓർഗനോഫോസ്ഫേറ്റ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികളായിട്ടല്ല അത് കണ്ടുപിടിച്ചത്, മനുഷ്യരെ കൊല്ലാനുള്ള രാസവസ്തുക്കളായിട്ടാണ് കണ്ടുപിടിച്ചത്. അത് എന്തായിരുന്നു പറഞ്ഞാൽ, ഹിറ്റ്ലറിനെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യരെ കൊല്ലുന്നുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇഷ്ടം പോലെ ജൂതന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുണ്ടായിരുന്നു. ഇവരുടെ മുകളിൽ പരീക്ഷിച്ചാണ് ഇത് നല്ലൊരു രാസായുധമാണോ അല്ലയോ എന്നൊക്കെ ആ രാസവസ്തുക്കളാണ് പിന്നീട് കീടനാശിനികളായിട്ട് വരുന്നത്. അപ്പോൾ ഈ DDT പക്ഷേ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രണ്ടും ഞാൻ എടുത്തു പറയാനുള്ള കാരണം, DDTക്ക് മനുഷ്യനെ കൊല്ലാനുള്ള കഴിവ് കുറവാണ്.
ഇപ്പം DDT ദേഹത്തിട്ട് ഒരു പട്ടാളക്കാരൻ ചത്ത് വീഴില്ല. ഇല്ല. DDTയുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ DDT നമ്മുടെ പരിസ്ഥിതിയിൽ ഇങ്ങനെ കുറേയധികം കാലം വിഘടിക്കാതെ നിലനിന്ന് മറ്റ് ജീവജാലങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു. അതേസമയം ഈ ഓർഗാനോഫോസ്ഫറസ് വിഭാഗത്തിൽപ്പെട്ട ഈ ഹിറ്റ്ലറുടെ കാലത്ത് കണ്ടുപിടിക്കപ്പെട്ട രാസവസ്തുക്കൾ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ചെന്ന് അപ്പം തന്നെ വിഘടിച്ചു പോകും. പക്ഷേ നമ്മളുടെ ദേഹത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ തട്ടിപ്പോകും. പക്ഷെ പിന്നീട് വന്ന കീടനാശിനികളിലൊക്കെ ഈ മറ്റേ റേച്ചൽ കാസൻ്റെ സൈലന്റ് സ്പ്രിങ് 62 വന്ന സൈലന്റ് സ്പ്രിങ് എന്ന് പറഞ്ഞ ബുക്കൊക്കെ വന്നതോടുകൂടി കീടനാശിനികളുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ആൾക്കാർക്കൊരു അവബോധമുണ്ട്. പിന്നീട് വന്ന പല കീടനാശിനികളും മനുഷ്യന് ദൂഷ്യം കുറഞ്ഞ ഒരു പ്രത്യേക ഇപ്പോൾ 60കൾക്ക് ശേഷം വന്ന് 60കളുടെ അവസാനം 70കളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കീടനാശിനി വിഭാഗമാണ് സിന്തറ്റിക് പൈറത്രോയിഡ്. ഇപ്പോഴും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. ഈ സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികളാണ് നമ്മൾ ഇന്ന് വീടുകളിൽ ഉപയോഗിക്കുന്ന കൊതുക് നാശിനികളിലെല്ലാം തന്നെ. അലിത്രിൻ, പ്രലിത്രിൻ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നതല്ല. ഇതേ ഇത് തന്നെ ഇപ്പം നമ്മൾ തലയിൽ നമ്മുടെ കുട്ടികളുടെ തലയിൽ പേനുണ്ട് എങ്കിൽ നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് തരുന്ന ചില മരുന്നുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതേ പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനി. ഈ സാധനം നമ്മൾ എന്താ ചെയ്യുന്നത്? ഷാമ്പു തേക്കുന്ന പോലെ നമ്മളുടെ മക്കളുടെ തലയിൽ തേച്ചു കൊടുക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ കീടങ്ങളുടെ ഫിസിയോളജിയും മനുഷ്യൻ്റെ ഫിസിയോളജിയും രണ്ടാണ്. പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട കീടങ്ങൾക്ക് വളരെ മാരകമായ വിഷങ്ങളാണ്. മനുഷ്യനേക്കാൾ 100 മടങ്ങ് വിഷമാണ്. അതേസമയം അതേ കീടനാശിനി മനുഷ്യർക്ക് വിഷാംശം കുറവാണ്. അതിൻ്റെ വളരെ എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം പറയാം. 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ് ഇമിഡാക്ലോപ്രിഡ്. അപ്പം ഞാൻ PhDക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഞാൻ എൻ്റെ കീടശാസ്ത്രത്തിൽ തന്നെ എൻ്റെ എക്സ്പേർട്ടൈസ് ഇൻസെക്ടിസൈഡ് ടോക്സിക്കോളജിയിലാണ്, വിഷശാസ്ത്രത്തിലാണ്. അപ്പോൾ അതിൽ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ നിക്കോട്ടിനോയിഡ് കീടനാശിനികൾ അന്ന് വന്നിട്ടുള്ളൂ. അതിനൊരു മമേലിയൻ സെലക്ടിവിറ്റി ഉണ്ട് എന്ന് പറയും. അതായത് മനുഷ്യർക്ക് ദൂഷ്യഫലം കുറവും കീടങ്ങൾക്ക് വിഷാംശം കൂടുതലുമാണ്. അപ്പോൾ ഈ പറയുന്ന നിയോനിക്കോട്ടിനോട് എങ്ങനെ മനുഷ്യർക്ക് വിഷാംശം കുറവും കീടങ്ങൾക്ക് കൂടുതലും എന്നുള്ളൊരു ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കാർഷിക സർവകലാശാല ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അടുത്തൊരാൾ വന്ന് ചെതലിനെതിരെ ഒരു മരുന്ന് വേണമെന്ന് പറഞ്ഞു. ആ ചെതലിനെതിരെയുള്ള മരുന്ന് അപ്പോൾ വീടിൻ്റെ അകത്ത് ഉപയോഗിക്കാനാണ്, അപ്പോൾ മണം കുറവുള്ള. അപ്പോൾ ഇമിഡാക്ലോപ്രിഡിൻ്റെ ചെതലിന് ഉപയോഗിക്കാവുന്ന ടെർമെക്സ്, പ്രിമൈസ് എന്നൊക്കെ പറഞ്ഞ ബാൻ അതാണ് ശുപാർശ ചെയ്തത്. ഇയാൾ അത് കൊണ്ടുപോയി ചെയ്തു. അപ്പോൾ അത് 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ചെയ്തു. ഈ സാധനം ബോട്ടിൽ അടുക്കളയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി കറണ്ട് പോയി വീട്ടിൽ. പുള്ളി കറണ്ട് പോയപ്പോൾ വെള്ളം കുടിക്കാൻ അടുക്കളയിൽ വന്നു. വെള്ളത്തിൻ്റെ ബോട്ടിലിന് പകരം ഇതെടുത്താണ് കഴിച്ചത്. പിറ്റേ ദിവസം കാലത്ത് തന്നെ എന്നെ വിളിക്കുന്ന ഇങ്ങനൊരു സംഭവം പറ്റിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? അപ്പം ഞാൻ പറഞ്ഞ് ശാസ്ത്രപ്രകാരം ഒന്നും സംഭവിക്കില്ല, പക്ഷെ ആശുപത്രി പൊക്കോളൂ എന്ന് പറഞ്ഞു. അയാൾ വൈകുന്നേരത്തോടെ വയറൊക്കെ ഒന്ന് വൃത്തിയാക്കി വൈകുന്നേരത്ത്. ഇതുപോലെ തന്നെ എൻ്റെ സർവീസ് കാലയളവിൽ ഒരാൾ ഒരു ആത്മഹത്യാശ്രമം നടത്തി, ഇതേ കീടനാശിനി തന്നെ. അപ്പോഴും അവിടുത്തെ കൃഷി ഓഫീസറാണോ അസിസ്റ്റൻ്റാണോ അവിടെ നിന്ന് വിളിച്ചു, സാറേ ഇന്ന സാധനം നമ്മുടെ അവിടെ ഒരാൾ കഴിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു അയാൾക്കും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ കീടനാശിനികളുടെ വിഷാംശം എന്ന് പറയുന്നത്, ഇപ്പോൾ ചോദ്യം അതായിരുന്നു. ഞാൻ ഇത്ര എടുത്ത് പറയാൻ കാരണം പച്ച അടയാളമുള്ള ഒരു സാധനം മനുഷ്യർക്ക് ദൂഷ്യം കുറവ് എന്നാണ് സൂചിപ്പിക്കുന്നത്, കീടങ്ങൾക്ക് വിഷാംശം കുറവ് എന്നുള്ളതല്ല. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ചുമപ്പടയാളത്തിൽപ്പെട്ട കീടനാശിനികൾ, എൻ്റെ ഒരു ബന്ധു തന്നെയാണ് ഒരിക്കൽ ചോദിച്ചത്, ചുമപ്പ് അടയാളത്തിൽപ്പെട്ട കീടനാശിനികളൊന്നുമില്ല, അതൊക്കെ 10, 45, 60 ദിവസം നിലനിൽക്കുന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ തെങ്ങ് ചെല്ലി കുത്തിപ്പോയി. അതിൻ്റെ വിഷമത്തിലാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും 2-2.5 മാസം കൂടുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് ചെല്ലിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പണ്ടത്തെ പോലെ ഇങ്ങനെ 2 മാസം ഒന്നും നിലനിൽക്കുന്ന കീടനാശിനികളൊന്നും ഇപ്പം മാർക്കറ്റിലില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ നിരോധിച്ചു.
ഇതൊക്കെ എന്തിനു നിരോധിച്ചു എന്നാണ് പുള്ളി എന്നോട് ചോദിച്ചത്. അതൊരു പരിസ്ഥിതി ഇതും തമ്മിലുള്ള ഒരു ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പച്ച അടയാളം എന്നുള്ളത് മനുഷ്യർക്ക് എത്ര വിഷാംശം കുറവ് മനുഷ്യന്റെ സേഫ്റ്റിയാണ് മനുഷ്യന്റെ സേഫ്റ്റി. അതിൽ പിന്നെ വേറെ മനുഷ്യനെ മാത്രമല്ല കേട്ടോ, ഇപ്പം ഇമ്യൂണോഗ്ലോബുലിൻ നോക്കുകയാണെങ്കിൽ മഞ്ഞയാണ് അടയാളം. പക്ഷെ അതിൽ ഇമ്യൂണോഗ്ലോബുലിൻ്റെ ഒക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേനീച്ചയ്ക്ക് ഭയങ്കര ദോഷമുള്ളൂ. അപ്പം അതൊക്കെയാണ് അതിൽ പല ഘടകങ്ങളുണ്ട്. പരിസ്ഥിതിക്ക് കീടങ്ങൾക്കുള്ള വിഷാംശമായിട്ട് ഒരു ബന്ധം ചെയ്യാൻ. ഇപ്പം നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ ക്ലോറൈൻ ട്രാൻലിപ്രോൾ എന്ന് പറഞ്ഞ പച്ച അടയാളത്തിൽപ്പെട്ടത്. കീടങ്ങൾ ചാവാൻ അതിന് വേണ്ട അളവ് എന്ന് പറയുന്നത് നമ്മൾ ഫീൽഡിൽ ഉപയോഗിക്കുന്നത് 3 മില്ലി 10 ലിറ്ററിലാണ്. സാറിപ്പം ഈ തേനീച്ചയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്, നമ്മളൊരു ഫീൽഡിലേക്ക് ഏതൊരു കെമിക്കൽ സ്പ്രേ ചെയ്താലും ഈ സ്പ്രേ ചെയ്യുന്ന കൂടെ തന്നെ അവിടെയുള്ള മിത്രകീടങ്ങളും നശിച്ചു പോവുക തന്നെയല്ലേ ചെയ്യുന്നത്? ഉറപ്പായിട്ടും. പക്ഷെ അതിൻ്റെ പോപ്പുലേഷൻ അതപ്പോൾ അത് മൊത്തത്തിൽ അതിൻ്റെ എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് പോവുമല്ലേ? അത് പൊതുവെ നമ്മൾ കൃഷിക്കാരോട് പറയുന്നൊരു കാര്യം, എല്ലാ കീടനാശിനികളും ഒരുപോലെ അല്ല കേട്ടോ. ഇപ്പം ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഞങ്ങളുടെ വിഭാഗത്തിൽ തന്നെ ഒരു കുട്ടിയും പുതിയ കീടനാശിനികൾ തേനീച്ചകളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചകൾക്ക് സുരക്ഷിതമായ കീടനാശിനികൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാം. ഇതിൻ്റെ വളരെ രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുക എല്ലാ ജൈവ കീടനാശിനികളും സേഫാണ്, സുരക്ഷിതമാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നടത്തിയ പരീക്ഷണങ്ങളിൽ നമ്മുടെ വേപ്പെണ്ണയടങ്ങിയ അസാഡ്രാക്റ്റിൻ പോലെയുള്ള രാസവസ്തുക്കൾ മിത്രകീടമായ മറ്റേ സുന്ദരിവണ്ടുകൾക്ക് വളരെ ദോഷകരമാണ്. അപ്പോൾ നമ്മൾ ജൈവ കീടനാശിനി എല്ലാം സേഫാണെന്നുള്ളൊരു കൺസെപ്റ്റൊന്നും വേണ്ട. അത് മിത്രകീടങ്ങൾക്കും ദോഷകരമാകാം. അപ്പോൾ അത് അങ്ങനെ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ നെല്ലിലൊക്കെ പറയുമ്പോൾ, നെല്ലിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, മിത്രകീടങ്ങൾ ഒത്തിരി അധികം കീടനിയന്ത്രണത്തിന് സഹായിക്കുന്ന ഒരു വിളയാണ് നെല്ല്. നെല്ലിൽ കഴിയുന്നതും ആദ്യത്തെ ഒരു 45 ദിവസം ഈ ബ്രോഡ് സ്പെക്ട്രം കീടനാശിനി, അതായത് കണ്ണടച്ച എല്ലാ ജീവജാലങ്ങളെയും കൊല്ലുന്ന കീടനാശിനികൾ, ഇപ്പോൾ ഉദാഹരണം ഓർഗനോഫോസ്ഫറസ് വിഭാഗത്തിൽപ്പെട്ട ക്വിനാൾഫോസ് പോലെയുള്ള കീടനാശിനികൾ, പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികളൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം കീടങ്ങൾക്ക് പെട്ടെന്ന് പെറ്റുപെരുകാൻ സാധിക്കും, മിത്രകീടങ്ങൾ ആ സ്പീഡിൽ പെറ്റുപെരുകില്ല. അപ്പോൾ നമ്മൾ തളിക്കുമ്പോൾ കീടവും ചാവും, മിത്രകീടങ്ങളും ചാവും. കീടം ഒരു 3 ആഴ്ച കൊണ്ട് പെറ്റുപെരുകി പഴയതിന് ലെവലിലേക്ക് എത്തും. പക്ഷെ മിത്രകീടം അതേ സ്പീഡിൽ പെറ്റുപെരുകില്ല. അപ്പോൾ കീടത്തിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ മിത്രകീടം അവിടെ ഇല്ല, വീണ്ടും എണ്ണം കൂടും. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതൊരു സിറ്റുവേഷൻ അനുസരിച്ച്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പല രീതിയിൽ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം. തളിക്കുമ്പോഴാണ് ഈ മിത്രകീടങ്ങളിലേക്ക് കൂടുതലെത്തുന്നത്. നമുക്ക് തരി രൂപത്തിൽ കീടനാശിനി മണ്ണിൽ കൊടുക്കാം. ഈ പറന്ന് കിടക്കുന്ന മിത്രകീടങ്ങൾക്കൊന്നും ഒരു ദോഷവും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ചില സ്ട്രാറ്റജി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അത് ഉപയോഗിക്കുന്ന ആളുടെ ഒരു ജഡ്ജ്മെന്റ് ആണ് എന്ത് ചെയ്യണമെന്നുള്ളത്. നമ്മളിപ്പോൾ ശുപാർശ ചെയ്യുമ്പോൾ, അപ്പോൾ അതൊരു കൃഷി ഓഫീസർ ആണെങ്കിൽ പോലും ശാസ്ത്രജ്ഞനാണെങ്കിലും ശുപാർശ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടി നമ്മളൊന്ന് ചിന്തിച്ച്, പിന്നെ ഇപ്പം നമുക്ക് മിത്രകീടങ്ങൾക്ക് അത്ര ദോഷമല്ലാത്ത കീടനാശിനികൾ, ഇപ്പോൾ ഈ പല കീടനാശിനികൾക്കും കോണ്ടാക്ട് ടോക്സിറ്റി കുറവാണ്. കോണ്ടാക്ട് ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ സ്പർശന വിഷാംശം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളീകരിച്ചെന്ന് പറയാം. അതായത് ശരീരത്തിൽ വീണാൽ അപ്പം തന്നെ ചത്തു വീഴുന്നത്. പല പുതിയ കീടനാശിനികൾക്ക് ആ കഴിവില്ല. അതുകൊണ്ട് തന്നെ അത് പഴയ കർഷകർക്ക് അത് ഭയങ്കര ഉപയോഗിക്കാൻ ഭയങ്കര മടിയാണ്. കാരണം പഴയ കർഷകർ എന്ന് പറഞ്ഞാൽ കീടത്തിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ അത് ചത്ത് വീണ് കിടക്കുന്നത് കണ്ടാലേ തൃപ്തിയാവുള്ളൂ. അപ്പോൾ ഇതങ്ങനെ വീണതല്ല. അപ്പോൾ അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോറൈൻ ട്രാൻലിപ്രോൾ എന്നൊക്കെ പറഞ്ഞ കീടനാശിനി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തണ്ടുവരപ്പൻ്റെ പാറ്റയ്ക്കൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ കൃഷിക്കാർ പലപ്പോഴും പരാതി പറയും, സാറേ പാറ്റയൊന്നും ചെത്തില്ല, സാറ് പറഞ്ഞ മരുന്നടിച്ചു, പക്ഷേ ഇത് പാറ്റ ഇപ്പോഴും നടക്കുന്നു. കാരണം അതിന് കോണ്ടാക്ട് ടോക്സിറ്റി ഇല്ല, സ്റ്റൊമക് പോയിസൺ ആണ്. സ്റ്റൊമക് പോയിസൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തളിച്ച് ഇല തിന്നുന്ന പുഴുവിൻ്റെ വയറ്റിൽ ചെന്നാലേ ഇത് ചാവുള്ളൂ. ഈ ഇല പാറ്റ തിന്നുന്നില്ല. അപ്പോൾ പാറ്റയ്ക്ക് അത് ദോഷമായിട്ട് വരില്ല. അപ്പം അങ്ങനത്തെ ചില മെച്ചങ്ങളുണ്ട് പുതിയ എല്ലാം അങ്ങനെയൊന്നല്ല, എന്നാലും ഇപ്പം എന്താന്ന് പറഞ്ഞാൽ അത്രയധികം വിഷാംശമുള്ള കീടനാശിനികൾക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരു രജിസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ, ഇപ്പോൾ പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് സാറ് പറഞ്ഞപ്പോൾ തന്നെ കേട്ടിട്ടുള്ള സാധനങ്ങളാണ് ഫുരിഡാൻ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ഫാമേഴ്സ് ഇപ്പോഴും പറയും ഫുരിഡാൻ കിട്ടാനില്ല, ഫുരിഡാൻ നല്ലതായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കീടനാശിനികളെ നമ്മൾ ബാൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഇതിൽ
പല ഘടകങ്ങളുണ്ട്. ഉം. ഇപ്പോൾ ഞാനൊരു പുതിയ കീടനാശിനി കണ്ടുപിടിച്ചു. ആ കീടനാശിനി കണ്ടുപിടിച്ച് കഴിഞ്ഞേച്ച് അതിന് ഞാൻ ഒരു ഉപയോഗത്തിന് രജിസ്ട്രേഷന് പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കടമ്പകൾ കടക്കാനുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്ക്, മനുഷ്യർക്ക് ഇതിന് ദൂഷ്യഫലങ്ങളുടെ ഒക്കെ. അപ്പോൾ ആ പഠനങ്ങളുടെ റിസൾട്ടൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു രജിസ്ട്രേഷൻ കിട്ടുന്നത്. എനിക്ക് 2025 രജിസ്ട്രേഷൻ കിട്ടുന്നു. ഞാൻ സമർപ്പിച്ച ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത് ഞാൻ ലാബിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ഇത് കിട്ടുന്നത്. ഒരു 5 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പരിസ്ഥിതിയിലേക്ക്, പ്രാക്ടിക്കൽ സിനാരിയോയിൽ ഇത് ചെന്ന് കഴിയുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ വേറെ പലതുമായിരിക്കും. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ടിപ്പിക്കൽ ഇൻ്റർവെല്ല് കൃത്യം എനിക്കറിയില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഉദാഹരണത്തിന് 5 കൊല്ലം കൂടുമ്പോഴും ഈ ഒരു തവണ രജിസ്റ്റർ ചെയ്ത കീടനാശിനി പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നവർ പരിശോധിക്കുന്നുണ്ട്. റിവ്യൂ എന്നതിന് പറയും. ഇന്ത്യയിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പിന്നീട് 2013 15 ആദ്യത്തെ ഒരു കമ്മിറ്റി റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നു. പെത്തോളജിയിലെ സാറായിരുന്നു, IRAയിലെ നാഷണൽ പ്രൊഫസറായിരുന്നു. സാറിൻ്റെ പേരിപ്പോൾ എൻ്റെ ഓർമ്മയിലിപ്പോൾ കിട്ടുന്നില്ല. നന്നായിട്ട് പരിചയമുള്ള സാറാണ്. പൈറോളജിസ്റ്റായിരുന്നു. സാറാണ് ആ കമ്മിറ്റി ഹെഡ് ചെയ്തിരുന്നത്. അപ്പോൾ സാറപ്പോൾ പഴയ കീടനാശിനികളുടെ മുഴുവൻ ഉപയോഗവും ഉപയോഗത്തിൽ പിന്നെ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഇത്. അപ്പോൾ അങ്ങനെ ആ റിവ്യൂ ചെയ്ത് ഇന്ന കീടനാശിനികൾക്ക് പിന്നീട് ഉപയോഗത്തിൽ ഇത്ര പ്രശ്നങ്ങളുണ്ടോ, അതുകൊണ്ട് അതിനെ നിരോധിക്കണമെന്ന് സാറൊരു അനുപം വർമ്മ എന്നാണ് സാറിൻ്റെ പേര്, അനുപം വർമ്മ കമ്മിറ്റി. പക്ഷെ അതിൽ കുറേ കീടനാശിനികൾ നിരോധിക്കാൻ പറഞ്ഞതിനെതിരെ കമ്പനികൾ കേസിന് പോയി. പിന്നെ അതിന് പിന്നെയും പഠിക്കാൻ 2018 ഡോക്ടർ TP രാജേന്ദ്രൻ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു കീടശാസ്ത്രശാസ്ത്ര മലയാളിയാണ്. ICARലൊക്കെ ADG ഒക്കെ ഇട്ടിരുന്ന സാറാണ്. അപ്പോൾ സാറിൻ്റെ റിപ്പോർട്ട് മുഴുവനായിട്ട് അങ്ങ് വന്നിട്ടില്ല എന്നാണ് എനിക്ക് അറിയുന്നത്. അപ്പോൾ അങ്ങനെ റിവ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു രീതിയിൽ നിരോധിക്കാൻ ഇതുള്ളത് സംസ്ഥാന സർക്കാരുകൾക്ക്, അതായത് ഒരു കീടനാശിനി ഉപയോഗിച്ച് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുണ്ടെങ്കിൽ 60 ദിവസത്തേക്ക് ഒരു കീടനാശിനി സംസ്ഥാനത്ത് വിൽപ്പന നിരോധിക്കാം. ഈ 60 ദിവസത്തേക്ക് നിരോധിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഇന്ന പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്ത് കണ്ടു, അതുകൊണ്ട് ഈ കീടനാശിനി നിരോധിക്കുകയാണ്. ഈ കീടനാശിനികൾ ദേശീയ തലത്തിൽ, കാരണം കീടനാശിനികളുടെ രജിസ്ട്രേഷൻ ദേശീയ തലത്തിലാണ്, ഇൻസെക്ടിസൈഡ് ആക്ട് ദേശീയ തലത്തിലാണ്. അപ്പോൾ ആ നിയമപ്രകാരമാണിത് പോകുന്നത്. അപ്പോൾ അവർക്ക് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡിന് സംസ്ഥാന സർക്കാർ കൊടുക്കുക ഇന്ന പ്രശ്നം കൊണ്ട് ഈ കീടനാശിനി നിരോധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ അവരിത് പരിശോധിച്ച് അത് നിരോധനം ദേശീയ തലത്തിൽ വേണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ച് കൊടുക്കാം. പക്ഷേ അപ്പോൾ 60 ദിവസമായിട്ടും കേന്ദ്രത്തിൽ നിന്നൊരു മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിന് ഒരു 30 ദിവസം കൂടിയും ഈ നിരോധനം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സാർ, നമ്മൾ ETLൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് അത് വെച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു കെമിക്കൽ സ്പ്രേ ചെയ്യുമ്പോൾ സാധാരണ ഒരു കർഷകൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് എന്ത് കീടബാധയാണോ രോഗബാധയാണോ മൂലകങ്ങളുടെ പ്രശ്നമാണോ എന്ന് ആദ്യമേ തിരിച്ചറിയുക എന്നുള്ളതാണ്. പല പ്രശ്നങ്ങളെയും മൂലകങ്ങളുടെ അഭാവം കീടബാധയായിട്ട് ഇപ്പം ഇല ചുക്കിച്ചുരുണ്ട് ഇരിക്കണതാണ്. കാൽഷ്യത്തിൻ്റെ കുറവും കൊണ്ട് ഇല ചുക്കിച്ചുളി. അപ്പോൾ അതൊരു കീടബാധയായിട്ട് തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കർഷകരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞങ്ങൾ കാലങ്ങളായിട്ട് കൃഷി ചെയ്തു വരുന്നതാണ്, അപ്പം ഞങ്ങൾക്കിത് നന്നായിട്ട് അറിയാമെന്ന് പറയും. പക്ഷേ കൃഷിയിലെ കാലങ്ങൾക്കനുസരിച്ച് മണ്ണിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാൽഷ്യത്തിൻ്റെ കുറവ് ഞാനൊക്കെ എൻ്റെ ഏറ്റവും നല്ലൊരു അസറ്റായിട്ട് ഞാൻ കാണുന്നത് എന്നെ പഠിപ്പിച്ച അധ്യാപകർ അത്രയധികം ഫീൽഡിൽ കൊണ്ടുപോയി പഠിപ്പിച്ചേക്കുന്നതാണ്. ഓരോ ലക്ഷണവും ഫീൽഡിൽ കാണിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രേമ സാറും ശ്രീകുമാർ സാറും ഒക്കെ ഫീൽഡിൽ കൊണ്ടുപോയി കാണിച്ച് പഠിപ്പിച്ചേക്കുന്നതാണ് ഇതെല്ലാം തന്നെ. പക്ഷേ അത്രയും ഫീൽഡ് എക്സ്പോഷർ കിട്ടിയിട്ട് പോലും അന്നത്തെ കാലത്ത് ഒരു കാൽഷ്യം ഡെഫിഷ്യൻസിയോ ബോറോൺ ഡെഫിഷ്യൻസിയോ മഗ്നീഷ്യം ഡെഫിഷ്യൻസിയോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇന്ന ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചേക്കുന്നല്ലാതെ കണ്ടിട്ടില്ല. ഇന്നത്തെ കുട്ടികൾ നമുക്കെല്ലാം ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും എല്ലാ വിളകളിലും അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് കൃഷിക്കാരനും എളുപ്പം മനസ്സിലാവണമെന്നില്ല. അപ്പോൾ
അത് ആദ്യമേ തിരിച്ചറിയേണ്ടത് കീടബാധയാണോ രോഗബാധയാണോ മൂലകങ്ങളുടെ പ്രശ്നമാണോ എന്നുള്ളതാണ്. അപ്പോൾ കീടബാധയാണെങ്കിൽ പിന്നെ കീടനാശിനിയാണ്, രോഗബാധയാണെങ്കിൽ കുമിൾനാശിനിയോ അങ്ങനെ. കീടബാധയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അടുത്ത വെല്ലുവിളി എന്താണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കീടനാശിനി നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുത്ത കീടനാശിനി ബ്രോഡ് സ്പെക്ട്രം, നേരത്തെ പറഞ്ഞ ഒരു വാക്കാണ്, എല്ലാത്തിനെയും കൊല്ലുന്ന എല്ലാത്തരം. ഇപ്പോൾ ഫിറിഡൻ ഒരു കൃഷിയിലെ എല്ലാ കീടങ്ങളെയും കൊല്ലും. പണ്ട് നമുക്കൊരു ഡൈമക്രോൺ, ന്യൂമാക്രോൺ, മോണോക്രോട്ടോസ്, ഫോസ്ഫാമിഡോൺ എന്നൊക്കെ പറഞ്ഞ കീടനാശിനി ഉണ്ടായിരുന്നു. നെല്ലിൽ ഈ മോണോക്രോട്ടോസ് തളിച്ചു കഴിഞ്ഞാൽ നെല്ലിൽ പിന്നെ ഒരൊറ്റ കീടവും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ കീടനാശിനികൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കീടനാശിനികൾ തണ്ടുവരപ്പനും ഓലോരിറ്റി ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക തരം കീടനാശിനി, മുഞ്ഞയാണെങ്കിൽ അതിന് വേറൊരു തരം കീടനാശിനി, ചാഴിയാണെങ്കിൽ അതിന് വേറൊരു തരം കീടനാശിനി. അപ്പോൾ ഒരൊറ്റ കീടനാശിനി നമുക്ക് ഏതെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് കീടമാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ ആ ഓരോ കീടത്തിനും പ്രത്യേകം കീടനാശിനികൾ എന്നുള്ള രീതിയിലേക്കായി ഹൈലി സെലക്റ്റീവ്, നമ്മൾ സെലക്റ്റീവ് പെസ്റ്റിസൈഡ്സ് എന്ന് പറയും, അങ്ങനത്തെ സെലക്റ്റീവായിട്ടുള്ള നാരോ സ്പെക്ട്രം പെസ്റ്റിസൈഡ്സ് ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ കർഷകൻ ആദ്യമേ ചെയ്യേണ്ടത് ഈ കീടനാശിനി നമ്മുടെ വിളയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക. അതൊരു കീടബാധയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് കീടമാണ് എന്ന് കണ്ടുകഴിയുക, ആ കീടത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കീടനാശിനി തിരഞ്ഞെടുക്കുക. ഇതാണ് ആദ്യത്തെ പടി. രണ്ടാമത്തെ പടി പിന്നെ നമ്മൾ സാധാരണ കൃഷിയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവേണ്ടത് കൃത്യമായിട്ടുള്ള അളവ്. വിളവെടുക്കുമ്പോൾ ഇപ്പോൾ നാളെ വിളവെടുക്കാനുള്ളൊരു കൃഷി കൊണ്ടുപോയി ഇന്ന് കൊണ്ടുപോയി സ്പ്രേ ചെയ്യുന്ന ഒട്ടും അഭികാമ്യമല്ല. വിളവെടുത്ത് കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയൊക്കെ നമുക്ക് ഗ്യാപ്പ് കിട്ടും. അപ്പോഴത്തേക്കും വിഷാംശം അങ്ങ് താഴത്തേക്ക് പോകും. ഒരേക്കറിലേക്ക് ഇത്ര ലിറ്റർ വെള്ളം, നെല്ലിലൊക്കെ ആണെങ്കിൽ നമ്മൾ മിനിമം 100-120 ലിറ്ററെങ്കിലും ഒരേക്കറിൽ തളിക്കണമെന്ന് പറയും. അത് ഉറപ്പാക്കുക. ഇത് തളിക്കുമ്പോൾ നമ്മൾ വേണ്ട സുരക്ഷ, ഇത് മുഖത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഹെൽമെറ്റ് എങ്കിലും വെക്കുക. ഒരു ഫേസ് മാസ്ക് പോലെ, മാസ്ക് അല്ല ശരിക്കും നല്ലത്, ഹെൽമെറ്റ് പോലെ എന്തെങ്കിലും ഗ്ലാസിൻ്റെ ഒക്കെ ഇത് കവറൊക്കെ കിട്ടും. പിന്നെ നന്നായിട്ട് കാലും കൈയും കവർ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ഗൗൺസും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുക. കീടനാശിനികളിൽ ഉപയോഗിക്കുന്ന സ്പ്രേയർ ഊതാതിരിക്കുക, കൈകൊണ്ട് ഇളക്കാതിരിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പണ്ടത്തെ കീടനാശിനികളൊക്കെ നമ്മൾ നേരെ കുറ്റിയിലേക്ക് ഒഴിക്കുമായിരുന്നു. ഇപ്പോഴത്തെ കീടനാശിനികൾ അങ്ങനെ ഒഴിച്ചാൽ ശരിയാവില്ല. പല കീടനാശിനികളും പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഒരു ഫോമുലേഷനുള്ളത് SC ഫോമുലേഷൻ, സസ്പെൻഷൻ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞ ഫോമുലേഷനിൽ ഒത്തിരിയധികം കീടനാശിനികൾ, പുതിയ കീടനാശിനികളെല്ലാം അതിലാണ് വരുന്നത്. അത് നമ്മളൊരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് ബക്കറ്റിൻ്റെ അടിയിൽ പോയി കിടക്കുകയുള്ളൂ. നന്നായിട്ടൊരു വടിയും കൊണ്ട് ഇളക്കിയാൽ മാത്രമേ അത് മിക്സ് ആവുകയുള്ളൂ. നമ്മളൊരു കുറ്റിയിലേക്ക് പഴയ കണക്കിന് നേരിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുറ്റിയുടെ അടിയിൽ പോയി കിടക്കും, ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ഒട്ടനവധി കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ നമ്മൾ കഴിയുന്നതും ഈ തേനീച്ചകളുടെയൊക്കെ പരാഗണം നടക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്യാതിരിക്കുക. അതേത് സമയമാണ്? അത് പൊതുവെ കാലത്താണ്. പിന്നെ ഉള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കീടനാശിനി. ഇപ്പോൾ പാടത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും കാണാറുള്ള ബാക്കിയുള്ള കീടനാശിനി നേരെ തൊട്ടപ്പുറത്ത് തോട്ടിലേക്ക് ഒഴിക്കാൻ, ഇതൊന്നും ചെയ്യാതിരിക്കുക. ബാക്കിയുള്ള ബോട്ടിലുകൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ കുട്ടികൾക്കോ മറ്റുള്ളവർക്ക് എത്താത്ത രീതിയിൽ വെക്കുക. അതിൻ്റെ ഒറിജിനൽ ലേബലോട് കൂടി വെക്കുക. എന്താ സാധനമൊന്നും അല്ലെങ്കിൽ പിന്നെ മനസ്സിലാവില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാറേ, എനിക്ക് തോന്നുന്നു സാറ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പെസ്റ്റിസൈഡ് ടെസ്റ്റിംഗ് ലാബിൻ്റെ മേധാവി കൂടെയാണ്. അപ്പോൾ കൂടുതലും നമ്മൾ, എനിക്ക് തോന്നുന്നു, എന്ത് തരം ടെസ്റ്റിംഗ് ആണ് നമ്മളവിടെ ലാബിൽ ചെയ്യുന്നത്? ഇപ്പോൾ നമുക്കിവിടെ കാർഷിക സർവകലാശാലയ്ക്ക് കീടനാശിനി പരിശോധിക്കാനുള്ള 4 ലാബുകളുണ്ട്. വെള്ളായണി ഏറ്റവും പഴയത്, ഏതാണ്ട് 30 വർഷത്തിന് മുകളിൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ലാബാണ്. ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ്, വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻസ് ഉള്ളൊരു ലാബാണ്. നല്ല ടെക്നീഷ്യൻസ്, നല്ല സയൻറ്റിസ്റ്റും ഉള്ളൊരു ലാബാണ്. പിന്നെ പുതുതായിട്ട് 5-6 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന 3 ലാബുകൾ കുമരകത്ത്, ഇവിടെ വെള്ളാനിക്കരയിൽ, പടന്നക്കാട്. അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലാത്ത ഒന്നാണ് ഈ 3 ഒരു മേജർ. ഈ അനാലിസിസ് എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ് 2 തരം അനാലിസിസ് ആണ് പൊതുവെ നമ്മൾ ഇൻ്റർനാഷണലി ചെയ്യുന്നത്.
ഒന്ന് GCMS-MS പിന്നെ ഒന്ന് LC-MS-MS. പഴയ തലമുറ കീടനാശിനികൾ, അതായത് ഓർഗനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ടത്, ഓർഗനോഫോസ്ഫറസ് വിഭാഗത്തിൽപ്പെട്ടത്, സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ടതെല്ലാം ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിലാണ്, GCയിലാണ് നമ്മൾ. പുതിയ തലമുറ എല്ലാം തന്നെ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയിലാണ് നമ്മൾ അനലൈസ് ചെയ്ത് വരുന്നത്. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളായണി ലാബ് ഒരുവിധപ്പെട്ട എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും ചെയ്യുന്നുണ്ട്. അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മീനിലും മറ്റുമുള്ള വിഷാംശം, കീടനാശിനി വിഷാംശം പരിശോധിക്കാനുള്ള ഇതിലേക്ക് കൂടി അവർ കടന്നിട്ടുണ്ട്. നമ്മളിവിടെ പ്രധാനമായിട്ട് പഴം പച്ചക്കറികളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ അവിടെ സ്പൈസസിലൊക്കെ വളരെ കൂടുതലായിട്ട്, കാരണം കേരളം സ്പൈസസിൻ്റെ എക്സ്പോർട്ടിൽ വളരെ പ്രധാനമുള്ളതായത് കാരണം വെള്ളായണി ലാബ് 2 കേന്ദ്ര പ്രോജക്റ്റുകളിൽ, കേന്ദ്ര ഫണ്ടോടുകൂടിയുള്ള 2 പ്രോജക്റ്റുകളിൽ കൂടി പ്രവർത്തിക്കുന്ന ലാബാണ്. അപ്പോൾ അവർക്കൊരു മാൻഡേറ്റാണ് സ്പൈസ് ക്രോപ്സ്. അപ്പോൾ അതിലവർ കൂടുതലായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ പഴം പച്ചക്കറി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഈ റീസെൻ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മുടെ റെസിഡ്യൂ ടെസ്റ്റിൽ നിന്നുള്ള റിസൾട്ട് എങ്ങനെയാണ്? കാർഷിക സർവകലാശാലയുടെ റെസിഡ്യൂ റിസൾട്ട്, പ്രത്യേകിച്ച് വെള്ളായണിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടോടുകൂടി ചെയ്യുന്ന റിസൾട്ടുകളെല്ലാം തന്നെ പീരിയോഡിക്കലായിട്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വരുന്നുണ്ട്. അതിലിപ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് കഴിഞ്ഞ കൊല്ലം വരുത്തിയിട്ടുണ്ട്. അത് FSSAI വരുത്തിയതാണ്. അതിനുശേഷം ഇപ്പം നമ്മൾ വിഷാംശത്തിൻ്റെ അളവിൻ്റെ കാര്യത്തിലൊരു കുറവുണ്ട്. അതിലിപ്പോൾ നമ്മളൊരു 6-8 മാസം മുമ്പുള്ളൊരു കണക്കാണ്. പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു പല്ലവി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെത്തുന്ന നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും വിഷമാണ്. പൂർണ്ണമായും തെറ്റായ ഒരു പ്രചാരണം. നമ്മൾ കീടനാശിനികളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 100 സാമ്പിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 70% കീടനാശിനി കിട്ടാറില്ല. 30% കീടനാശിനി കിട്ടാറുള്ളൂ. കീടനാശിനി ഉണ്ട് എന്നുള്ളത് തെറ്റല്ല. കീടനാശിനി ശുപാർശ ചെയ്തിട്ടുള്ള വിളകളിൽ കാണാം, പക്ഷെ അത് ഇന്ന പരിധിയിൽ കൂടരുത് എന്നേ ഉള്ളൂ. അതിന് നമ്മൾ മാക്സിമം റെസിഡ്യൂ ലിമിറ്റ് MRL എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള FSSAI അത് നിഷ്കർഷിക്കുന്നുണ്ട്. ഓരോ വിളയിലും ഓരോ കീടനാശിനി ഇന്ന അളവിൽ കൂടരുത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 30%, 100 എണ്ണത്തിൽ 30 എണ്ണത്തിൽ നമ്മൾ കീടനാശിനി കണ്ടാൽ അതിൽ തന്നെ 15%, അതിനോട് അടുപ്പിച്ച ശതമാനത്തിൽ മാത്രമേ കീടനാശിനി ഈ പരിധിക്ക് പുറത്തുള്ളൂ. ബാക്കിയുള്ളത് ഈ പരിധിക്കകത്ത് തന്നെയാണ്. അപ്പോൾ അതൊരു 100 സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 15%. പക്ഷേ ഇതിലൊരു വ്യത്യാസമുള്ളത്, ചില ഭക്ഷ്യവസ്തുക്കൾ, ഏലക്ക 90-100% സാമ്പിളുകളിലും കീടനാശിനി നമുക്ക് കിട്ടാം. കറിവേപ്പില, മുളക്, അതുപോലെ പല വിളകളിലും പുതിനയില, ഇതിലൊക്കെ കീടനാശിനി വിഷാംശം, മുന്തിരി മറ്റ് ഇതിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതേസമയം പൈനാപ്പിൾ, ഏത്തക്കായ, കുമ്പളം, മത്തൻ പോലെയുള്ള വിളകളിലൊക്കെ തന്നെ കീടനാശിനി വിഷാംശം കുറവാണ്. പലപ്പോഴും കിട്ടാറ് പോലുമില്ല. അപ്പം അങ്ങനെ വ്യത്യാസങ്ങളും ഉണ്ട്. നമ്മൾ ഏകദേശം എത്ര കെമിക്കലുകൾ വരെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, മോളിക്യൂൾസ് നോക്കുന്നുണ്ട്? വെള്ളായണി ലാബ് 100 ചില്ലാൻ കീടനാശിനികൾ പരിശോധിക്കുന്നുണ്ട്. തൃശ്ശൂർ ലാബ് 21 കീടനാശിനികളാണ്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയ കീടനാശിനികൾ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ഇല്ല. പഴയ കീടനാശിനികൾ മാത്രമേ നമ്മളിവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കുറച്ച് പരിമിതിയുണ്ട്. ഓക്കെ സാർ, നമുക്കിപ്പോൾ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു ചില ക്രോപ്പുകളിൽ, കറിവേപ്പില പോലെ നമ്മുടെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന ക്രോപ്പുകളിലുണ്ടെന്ന് പറഞ്ഞു. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുക്കിങ്ങിലേക്ക് വരുമ്പോൾ ജനറൽ ഒരു പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണ് അതിനൊന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നത്? എത്ര ശതമാനം വരെ ഒഴിവാക്കാൻ പറ്റുമോ? അത് ഒരു 50-60% സുഖമായിട്ട് ഒഴിവാക്കാം. എല്ലാ കീടനാശിനികളും പറ്റിയെന്നില്ല, എങ്കിലും ഒരു 50. സാധാ പച്ച വെള്ളത്തിൽ കഴുകിയാൽ പോലും ഒരു 50% വരെ. എല്ലാ കീടനാശിനികളൊന്നും ഉറപ്പിച്ച, പക്ഷെ മിക്കവാറും കീടനാശിനികൾ ഒരു 50-60% വരെ ഒഴിവാക്കും. അത് ചെറു ഉപ്പ് വെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ പുളിവെള്ളത്തിലോ വിനാഗിരി ലായനിയിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതൊരു 60-70% വരെ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഓസോൺ വാഷിംഗ് എന്നൊക്കെ പറഞ്ഞ് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ കുറച്ച് പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു 80% മുകളിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കീടനാശിനി വിഷാംശം പറയുന്നത് ഫ്രഷ് പച്ചക്കറിയിലാണ്.
അതായത് നമ്മൾ എന്ത് വിൽപ്പനയ്ക്ക് കടയിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ കടയിൽ നിന്ന് നമ്മൾ ഫ്രഷായിട്ട് വാങ്ങിക്കുന്ന പച്ചക്കറിയിലെ വിഷാംശമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഫ്രഷായിട്ട് ഈ പച്ചക്കറികൾ കഴിക്കുന്ന പച്ചക്കറികൾ കുറവാണ്. ഇപ്പോൾ സവാള, കുക്കുംബർ, തക്കാളി പോലെയുള്ളത് സാലഡായിട്ട്, ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ. ബാക്കി ഭൂരിഭാഗം പച്ചക്കറികളും നമ്മൾ കുക്ക് ചെയ്യണം. ഇപ്പോൾ കറിവേപ്പില, അഖിൽ കറിവേപ്പിലയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയാം. കറിവേപ്പില നമ്മൾ സാധാരണ വെറുതെ കറിയിലേക്ക് ഇടുകയല്ല, എണ്ണയിൽ കടുക് താളിക്കുമ്പോൾ അതിട്ടാണ്. എണ്ണയുടെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? വെള്ളത്തിൻ്റെ എത്രയോ മുകളിലാണ്. ഈ ടെമ്പറേച്ചറിലേക്കാണ് ഈ കറിവേപ്പില ചെന്ന് വീഴുന്നത്. അപ്പോൾ ആ കറിവേപ്പിലയിലെ കീടനാശിനികൾ ഒത്തിരി അധികം ഈ പച്ചക്കറികൾ കുക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ ഫ്രഷായിട്ട് കഴിക്കുന്ന സാധനങ്ങൾ അത് അതേപടി നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം വാഷ് ചെയ്യുക, കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട്. പിന്നെ ഈ പുളിവെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ വെള്ളത്തിലോ ഒക്കെ ഇട്ട് കഴുകി എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് ഒരു 50-60% വരെ കുറയ്ക്കാൻ പറ്റും. സാർ, പിന്നെ ഞാൻ സാറിൻ്റെ പേപ്പറുകൾ നോക്കിയപ്പോൾ ഈ അടുത്ത് റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള പല വർക്കുകൾ എസെൻഷ്യൽ ഓയിൽസ് ബേസ് ചെയ്തിട്ട് വർക്കുകൾ കണ്ടു. അപ്പോൾ ഈ എസെൻഷ്യൽ ഓയിൽസ് എങ്ങനെയാണ് നമുക്കിത് നമ്മുടെ ഒരു പെസ്റ്റ് കൺട്രോളിൽ ഒരു പാർട്ടാവുന്നത്? എസെൻഷ്യൽ ഓയിൽ ഒരു പുതിയ കൺസെപ്റ്റ് ഒന്നുമല്ല. ഇപ്പം നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇഞ്ചിപ്പുൽ തൈലം, ലെമൺ ഗ്രാസ് ഓയിൽ പണ്ട് കാലത്തെ ഉള്ളതാണ്. നമ്മളൊക്കെ ഹോട്ടലിൽ ചെന്നിരിക്കുമ്പോൾ ഈ ലെമൺ ഗ്രാസ്, ഇഞ്ചിപ്പുൽ തൈലത്തിൻ്റെ മണമുള്ള ഇത് ഇട്ട് മേശ തുടയ്ക്കുന്ന കണ്ടിട്ടുണ്ടാകും നമ്മൾ. അതിൻ്റെ പ്രധാന കാരണം ഈച്ച വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി അപ്പോൾ ഒരു അണുനാശിനി കൂടിയാണ്. അപ്പോൾ അതൊരു പുതിയ കൺസെപ്റ്റ് ഒന്നുമല്ല. പക്ഷെ നമ്മൾ അതിലൊരു ചെറിയ ചേഞ്ച് വരുത്തിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഞ്ചിപ്പുൽ തൈലം ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ ഇഞ്ചിപ്പുൽ തൈലം വെച്ച് നമ്മളൊരു ജൈവ കീടനാശിനി വികസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് വരും. അപ്പം നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഞങ്ങൾ വേസ്റ്റ് വാലറൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറയാം, വേസ്റ്റ് വാലറൈസേഷൻ എന്നാണ് നമ്മൾ അതിനൊരു ടേം പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജ്യൂസ് കടകളിൽ നമ്മളുടെ ചെറുനാരങ്ങയുടെ തൊലി ഒരു ദിവസം എത്ര എണ്ണം കിട്ടും, എത്ര കിലോ കിട്ടും? നല്ലൊരു പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് എസൻഷ്യൽ ഓയിലാണത്. അത് ഓറഞ്ച് ആവാം, മുസംബി ആവാം, അതൊക്കെ ഓരോന്നിനും അതിൻ്റെതായ ക്യാരക്ടേഴ്സ്, ഉപയോഗത്തിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയത് മഞ്ഞൾ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മഞ്ഞളിൻ്റെ ഇല നമ്മൾ എന്ത് ചെയ്യുന്നു? വെറുതെ കളയുകയാണ്. ചില സ്ഥലങ്ങളിൽ കത്തിച്ച് കളയുക, അതും പരിസ്ഥിതി. ഈ മഞ്ഞളിൻ്റെ ഇലയിൽ നിന്ന് നമ്മൾ ഈ എസൻഷ്യൽ ഓയിൽ നമ്മൾ അപ്പം ഇങ്ങനെ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളെയാണ് നമ്മൾ പ്രധാനമായിട്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സാധനം കിട്ടും, ആർക്കും വേണ്ടാത്ത വസ്തു ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഓയിൽ തന്നെ വിലയും പോലെ. അപ്പോൾ അതിൽ നിന്നൊരു ജൈവ കീടനാശിനി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ പോയത്. സാർ, ഇപ്പോൾ ഇത് നമ്മൾ ഫീൽഡ് ലെവലിൽ അപ്ലൈ ചെയ്ത് നോക്കിയോ ഇങ്ങനെ ഡെവലപ്പ് ഫീൽഡ് ലെവലിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു ഫീൽഡിലേക്ക് എന്ന് പറയാവുന്ന രീതിയിൽ എത്തിയത് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കരമനയിലുള്ള ഒരു സയൻറ്റിസ്റ്റുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മുടെ വെളുത്തുള്ളി നല്ല എസൻഷ്യൽ ഓയിൽ കണ്ടൻ്റ് ഉള്ളതാണ്. വെളുത്തുള്ളിയുടെ എസൻഷ്യൽ ഓയിൽ വെച്ച് നമ്മളത് കീടങ്ങൾക്കും ഇത് ഇത്തരം എസൻഷ്യൽ ഓയിൽ എന്താണെന്ന് പറഞ്ഞാൽ കീടങ്ങൾക്ക് മാത്രമല്ല, കുമിൾബാധയ്ക്കുമൊക്കെ അണുക്കൾക്കെതിരെ വളരെ ഫലപ്രദം. അപ്പോൾ അതിനെതിരെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിരുന്നു, ഫലപ്രദമാണെന്ന് കണ്ടു. അത് വെച്ച് ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഫീൽഡിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് വിഘടിച്ച് നശിച്ചു പോകുന്നു. അപ്പോൾ അതിന് നമ്മളൊരു നാനോ ഫോമുലേഷൻ ഉണ്ടാക്കി, ആ നാനോ ഫോമുലേഷൻ നമ്മളുടെ ഫീൽഡിൽ ഇപ്പോൾ പരീക്ഷണങ്ങൾ നടക്കുകയാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഓറഞ്ച് അതുപോലത്തെ ഉള്ളതിൻ്റെയൊക്കെ ലാബിലെ സ്റ്റഡിയാണ് നടന്നത്. ഇപ്പോൾ അത് ഫോമുലേഷൻ നമ്മൾ 2 നമ്മൾ ഫോമുലേറ്റ് ചെയ്തു. ഒരു PhD സ്റ്റുഡൻ്റ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഫോമുലേറ്റ് ചെയ്തു. ഈ ഫോമുലേറ്റ് ചെയ്ത് ഏറ്റവും നല്ലത് എന്ന് കാണുന്നതിന് പിന്നെ നമ്മളൊന്ന് ഫീൽഡിലേക്ക് കൊണ്ടുവരും. എല്ലാം നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ഓയിലും നമുക്ക് ഒരേപോലെ ഫീൽഡിൽ ഈ ഫോമുലേറ്റ് ചെയ്ത് നല്ല എഫക്റ്റീവായിട്ട് കിട്ടും എന്നൊന്നും പറയാൻ വയ്യ. നാനോ ഫോമുലേഷൻസ് ഒക്കെ ആകുമ്പോൾ കുറച്ചധികം കാലം നമുക്ക് നിൽക്കും, കുറച്ചുകൂടി ഫലപ്രദമാവും എന്നുള്ള സൈസ് കുറയും തോറും. അത് നമ്മുടെ ഇപ്പോഴത്തെ ഇനീഷ്യൽ ട്രയൽസിലും നാനോ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫലപ്രാപ്തി കൂടുതലാണ് വെറും ഓയിലിനേക്കാൾ കൂടുതൽ. ഞാൻ അതിൽ വായിച്ചപ്പോൾ കണ്ടതാണ് എന്തോ പൊമല്ലോ, സിട്രസ് പൊമല്ലോ എന്ന് പറയുന്നത് നമ്മുടെ ബംബിളൂസ് സ്റ്റോർഡ് ഗ്രെയിൻ പെസ്റ്റിലാണോ ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മളത് 3 നോക്കി. ആ പേപ്പർ സ്റ്റോർഡ് ഗ്രെയിൻ പെസ്റ്റിലാണ് എന്നുള്ളൂ. നമ്മൾ സ്റ്റോർഡ് ഗ്രെയിൻ പെസ്റ്റ് പയറിലെ മുഞ്ഞ
ഏഫിഡ്, പിന്നെ ഈ സ്പോഡോപ്റ്റർ എന്ന് പറഞ്ഞ പുഴു, വാഴയിലും മൂന്നിലും നമ്മൾ പരീക്ഷണം. നമ്മുടെ പേപ്പർ ഭൂരിഭാഗവും വന്നത് സ്റ്റോർഡ് ഗ്രെയിൻ പെസ്റ്റിലേക്കാണെന്നുള്ളൂ. കാരണം അതിൻ്റെ ഡാറ്റയാണ് നമുക്ക് ആദ്യം ആയത്. മറ്റേതിൻ്റെ ഡാറ്റ ഒന്നും വന്നിട്ടില്ല. അതൊരു ഹ്യൂജ് വോളിയം ഡാറ്റ ഇനിയും ലാബിൽ പബ്ലിഷ് ചെയ്യാൻ. എഫക്റ്റീവ് ആണോ അത്? ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്റ്റോർഡ് ഗ്രെയിൻ പെസ്റ്റിലാണ് ഏറ്റവും ഇത്. ഏഫിഡിന് ഒരു പരിധി വരെ നല്ലതാണ്. സ്പോഡോപ്റ്റർ അത്ര ഇതെന്ന് പറയാൻ പറ്റില്ല. ജനറലായിട്ട് ആളുകൾ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് പെസ്റ്റിസൈഡ് റെസിഡ്യൂവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്തു ഒരു ക്രോപ്പിൽ, ഞാൻ നാളെ ഹാർവെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പോവുകയാണ്. അത് എത്രത്തോളം സേഫാണ്? അത് കീടനാശിനി അനുസരിച്ചിരിക്കും. ഇപ്പോൾ അതായത് കീടനാശിനി മാത്രമല്ല കേട്ടോ, തളിക്കുന്ന വിളയെ അനുസരിച്ചും കൂടി വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഫ്ലൂക്സോമെറ്റാമൈഡ് എന്നൊക്കെ പറഞ്ഞ് ബ്രോഫ്ലാനിലൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയ 2-3 കീടനാശിനികളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ ഗ്രൂപ്പാണ്. പച്ചക്കറികളിൽ അത് പറയുന്ന കാത്തിരിപ്പ് കാലാവധി, വെയിറ്റിംഗ് പീരീഡ്, അത് തളിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം? ഒറ്റ ദിവസം. പണ്ട് നമുക്കൊരു കീടനാശിനി ഉണ്ടായിരുന്നു, ഡൈക്ലോറോസ്, നിരോധിക്കപ്പെട്ടു പോയി. ഒറ്റ ദിവസമായിരുന്നു. ഭയങ്കര വിഷാംശമുള്ള ഒരു ഓർഗാനോഫോസ്ഫറസ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനി ഒറ്റ ദിവസം കൊണ്ട് അത് വിഘടിച്ച് തീരും. അപ്പോൾ അത് കീടനാശിനിയായിട്ടാണ്. പിന്നെ ഇതിൽ ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പൂർണ്ണമായും പല ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് 45 ദിവസം വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 45 ദിവസം അതിൻ്റെ വിഷാംശം നിൽക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതും ശരിയല്ല. അതായത് ഈ MRLൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ maximum concentration of pesticide residue in food agriculture commodity that is legally permitted or recognized as acceptable when the pesticide is used under supervision following good agriculture practices എന്നാണ് അതിൻ്റെ ഡെഫിനേഷൻ. അത് ലാസ്റ്റ് പാർട്ട്, ഫോളോയിങ് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തണ്ടുതുരപ്പൻ, അകിലും കൃഷി പഠിച്ച ആളാണ്. തണ്ടുതുരപ്പന് നമ്മളൊരു കീടനാശിനി കൊടുക്കണമെങ്കിൽ ഏറ്റവും അവസാനം കൊടുക്കാവുന്ന നെല്ല് കൊയ്യുന്നതിന് എത്ര ദിവസം മുമ്പ് വരെ നമ്മൾ തണ്ടുതുരപ്പന് ഒരു കീടനാശിനി കൊടുക്കാൻ പറ്റും? തണ്ടുതുരപ്പനെതിരെ ലാസ്റ്റ് വരെ കൊടുക്കാം. തണ്ടുതുരപ്പൻ കതിര് വന്നതിന് ശേഷം തണ്ടുതുരപ്പനെ കൊണ്ട് എന്താണ് പ്രശ്നമുള്ളത്? പ്രശ്നമില്ലല്ലോ. ഇല്ല. 45 ദിവസം മുമ്പ് കൊടുക്കാനാണെങ്കിൽ 45 ദിവസം മുമ്പ് കൊടുക്കണമായിരുന്നു. കൊയ്യുന്നതിന് 45 ദിവസം മുമ്പ് വരെ കൊടുക്കണം. 45 ദിവസം കഴിഞ്ഞ് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ഓൾറെഡി തണ്ടിനെ തുളച്ച് കഴിഞ്ഞു, പിന്നെ കതിര് വരാനേ ഉള്ളൂ. അപ്പോൾ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താ? ഈ ഭൂരിഭാഗം തണ്ടുതുരപ്പനുള്ള കീടനാശിനികൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 45 ദിവസം വെയിറ്റിംഗ് പീരീഡ് എന്ന് കാണും. അതിന് കാരണം എന്താ? ഈ കൊയ്യുന്നതിന് 45 ദിവസം മുമ്പ് കൊടുത്താൽ മാത്രമേ അതിനൊരു പ്രയോജനമുള്ളൂ. പിന്നെ കൊടുക്കുന്നത് വെറുതെയാണ്. അതാണ് ഉത്തമ കൃഷിമുറകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ചായയുടെ കാര്യം തന്നെ എടുക്കാം. പാൽ ഉറച്ച് കതിര് മടങ്ങിയതിന് ശേഷം ചാഴയെ കണ്ട് സ്പ്രേ ചെയ്യുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ വെയിറ്റിംഗ് പീരീഡിന് അങ്ങനെയും ഒരു വിവക്ഷയുണ്ട്. എല്ലാവരും വിചാരിക്കുന്ന പോലെ 45 ദിവസം അതിൻ്റെ വിഷം നിൽക്കും എന്നുകൂടി അർത്ഥമില്ല. അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെ. സാർ, ഇപ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ മെയിനായിട്ടും കൃഷിയെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം ഇൻസെക്റ്റുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ്? ഇൻസെക്റ്റുകളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ എളുപ്പത്തിൽ പറയാം, കീടങ്ങളുടെ വളർച്ചയുടെ വേഗം നിർണ്ണയിക്കുന്നത് താപനിലയാണ്, ടെമ്പറേച്ചറാണ്. അതായത് ഒരു 30 ഡിഗ്രി സെൽഷ്യസിൽ ഒരു കീടത്തിന് സ്വന്തം ജീവിതചക്രം പൂർത്തിയാക്കാൻ 30 ദിവസം വേണമെന്ന് വിചാരിക്കാം. ടെമ്പറേച്ചർ 35ആയി. അതേ കീടം അതേ ജീവിതചക്രം പൂർത്തിയാക്കാൻ 25 ദിവസം മതിയോ? നമ്മൾ ഡിഗ്രി ഡേയ്സ് ഗ്രൗണ്ട് ഡിഗ്രി ഡേയ്സ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് അത്രയും നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ച് ഞാനൊന്ന് എളുപ്പത്തിൽ പറഞ്ഞു. ഇതുണ്ടാക്കുന്ന പ്രശ്നം അതല്ല. മറ്റേ ആ കീടം നേരത്തെ 30 ഡിഗ്രിയിൽ 30 ദിവസം കൊണ്ട് ജീവിതചക്രം പൂർത്തിയാക്കിയിരുന്ന കീടം കൊല്ലത്തിൽ 12 തലമുറയാണ് ഉണ്ടാവുക. 5 ദിവസം. ഇതിപ്പോൾ 5 ദിവസം കുറഞ്ഞു കഴിയുമ്പോൾ 2 മാസം കൂടുതൽ കിട്ടും. 2 തലമുറ, അതായത് ഒരു കൊല്ലത്ത് 10 എന്നുള്ളത് 12. അപ്പോൾ നോക്കുമ്പോൾ 2 തലമുറയുടെയും കൂടിയല്ലേ ഉള്ളൂ എന്ന് ചിലർ തെറ്റിദ്ധരിക്കും. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം അതല്ല.
ഒരു കീടം, ഒരു പെൺകീടം ജനുവരി 1 തീയതി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും അത് 100 മുട്ട ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 100 മുട്ടയിൽ 50 പെൺകീടവും 50 ആൺകീടവും ആണെന്ന് വിചാരിക്കുക. 3-ാം മാസം എത്തുമ്പോൾ ഈ 50 ഇൻറ്റു 50 2500. 4-ാം മാസം ആയപ്പോഴത്തേ വലിയ കണക്കായി. അപ്പൊ 2 മാസം കൂടുമ്പോൾ കണക്ക് ഡബിൾ ആവുകയാണ്. ഡബിൾ ആവുക മാത്രമല്ല, പെട്ടെന്ന് ജീവിതേക്കറം കൂടുന്ന ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് കീടങ്ങളുടെ കാര്യത്തിൽ. എല്ലാ കീടങ്ങൾക്കും ഒരുപോലെയല്ല, പിന്നെയും ഒരു ചെറിയ ഇതും കൂടെ വരാവുന്നത്. ഇപ്പോൾ തണുപ്പ് പ്രദേശങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന കീടങ്ങൾ, ചൂടുള്ള സ്ഥലത്ത് കണ്ടുകൊണ്ടിരുന്ന കീടങ്ങൾ, ചൂട് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? ചൂടുള്ള സ്ഥലത്ത് നിന്ന് തണുപ്പുള്ള സ്ഥലത്തേക്ക്, അതായത് നേരത്തെ തണുപ്പായിരുന്ന സ്ഥലത്ത് അവന് കയറാൻ പറ്റില്ലായിരുന്നു, അവൻ തണുപ്പുള്ള സ്ഥലത്തേക്ക്, അവിടെ ചൂട് കൂടുകയാണ്, അവൻ്റെ ഏരിയ എക്സ്പാൻഡ് ചെയ്ത് ഇതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ സാർ, നമുക്കൊരു ജനറലായിട്ടുള്ളൊരു സാധനം പറഞ്ഞ് നമുക്ക് ടോക്ക് അവസാനിപ്പിക്കാം. നമ്മളിങ്ങനെ പല ഫീൽഡുകളിലും പോകുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും തെങ്ങിൽ. അപ്പം ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? ഈ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും എന്ന് പറയുന്നത് തെങ്ങിലെ പുതിയ കീടമൊന്നുമല്ല, പഴയ കീടമാണ്. തെങ്ങുണ്ടായിരുന്ന കാലം തൊട്ടേ ഉള്ള കീടം. അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ തെങ്ങ് വെച്ചപ്പോൾ തെങ്ങിൽ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും ഉണ്ടായിരുന്നു. അവരതുമായിട്ട് മല്ലിട്ടാണ് ഇപ്പോൾ ഉള്ള നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന തെങ്ങ് മുഴുവൻ വളർത്തിക്കൊണ്ടുവന്നത്. അന്നുണ്ടായിരുന്ന രീതി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, എല്ലാ 2-2.5 മാസം കൂടുമ്പോഴും തെങ്ങ് കയറാൻ ആൾ വരും. തേങ്ങ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തെങ്ങിൽ കയറും, തെങ്ങ് വൃത്തിയാക്കും. മണ്ടയിൽ ചെല്ലി ഉണ്ടെങ്കിൽ ചെല്ലിക്കോലുണ്ട്. ഇപ്പം എനിക്കൊക്കെ എൻ്റെ ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിലെ തൊഴുത്തിൻ്റെ ഇറക്കാലിൽ 2 ചെല്ലിക്കോലുണ്ടായിരുന്നു. തെങ്ങ് കയറാൻ വരുന്ന അവർ അതെടുത്ത്, പ്രധാനമായിട്ട് 2-3 പേരായിരുന്നു നമ്മുടെ വീട്ടിലെ തെങ്ങേറ്റക്കാർ. അവർ വരുമ്പോൾ അവർക്കറിയാം, അവരതെടുത്ത് ചെല്ലി കുത്തിയെടുത്ത്. ഈ പിന്നീടുണ്ടായൊരു ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമൂഹികപരമായിട്ട് ഇതിനൊരു മാറ്റം വന്നു. തേങ്ങയ്ക്ക് വിലയുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വില കുറഞ്ഞോടുകൂടി ഈ 1.5-2 മാസം കൂടുമ്പോൾ കയറുക എന്നുള്ളത് 3 മാസം 4 മാസമായി. തേങ്ങയില്ലാത്ത തെങ്ങിൽ കയറില്ല എന്നുള്ളതായി. കൃഷിക്കാരനെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ മെഷീൻ തെങ്ങ് കയറ്റം കൂടി ആയതോടുകൂടി ഏറ്റവും മുകളിൽ കയറുന്നത് പ്രയാസമുള്ള കാര്യമായി. ഇതൊക്കെ വന്നപ്പോൾ ഈ തെങ്ങുകൾക്ക് ഭയങ്കര നമ്മളുടെ സംരക്ഷണത്തിൽ കുറവുണ്ട്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ അമ്മയുടെ ഒരു ബ്രദർ പറഞ്ഞാണ്, കോളേജിൽ പോകുന്നതിന് മുമ്പ് വീട്ടിലെ തൈത്തെങ്ങിൽ നിന്ന് ചെല്ലിയെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെല്ലിക്ക് ഇത്ര പൈസ വെച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദർ കൊടുക്കുമായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ അമ്മാവൻ്റെ അന്നത്തെ കാലത്തെ പ്രധാന ജോലി അതായിരുന്നു. കോളേജിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ കാലത്ത് പോയി തെങ്ങിൽ കയറി നിന്ന് ചെല്ലി. ഇങ്ങനെയാണ് ഒരു തലമുറ, ഒരു 60-70 വർഷം മുമ്പുള്ള തലമുറ ഇപ്പോഴുള്ള തെങ്ങുകളെ മുഴുവൻ വളർത്തിക്കൊണ്ടുവന്നു. അതിപ്പോഴും ബാധകമാണ്. ആ കീടം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ആ കീടത്തിൻ്റെ ആക്രമണ രീതിയിൽ വലിയ മാറ്റം, കൊമ്പൻ ചെല്ലിയുടെ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എണ്ണവും ഒരു പരിധി കൂടുതൽ പെരുകിയിട്ടില്ല. ഇതിൽ നമ്മളുടെ സംരക്ഷണത്തിൽ സാമൂഹിക, അതിനെ കൃഷിക്കാരനെ കുറ്റം പറയുന്നതല്ല, കൃഷിക്കാരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞതിനെ അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം കൃഷിക്കാരൻ്റെ സാമൂഹിക സഹായം, അവൻ വിചാരിച്ചാൽ പോലും ഒരു 1.5-2 മാസം കൂടുമ്പോൾ ഇപ്പോഴത്തെ വിലയുള്ള കണക്കിൽ സംരക്ഷിക്കാൻ സാധിക്കും. വിലയില്ലാത്തപ്പോൾ അവനോട് എല്ലാം 1.5-2 മാസം കൂടുമ്പോഴും ചെയ്യാൻ അത് പ്രയാസമാണ്. ഇതിൽ നമ്മൾ 1-2 നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, കൊമ്പൻ ചെല്ലിയുടെ ആക്രമണത്തിൻ്റെ രീതിയിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കൊമ്പൻ ചെല്ലി ഒരിക്കലും തെങ്ങിനെ മുഴുവനായിട്ട് നശിപ്പിക്കുന്നതല്ല. കൊമ്പൻ ചെല്ലി വന്നു എന്ന് വെച്ച് തെങ്ങ് നശിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് കണ്ടിട്ടുള്ളത്, ഒരു വർഷം തൊട്ട് ഒരു 3 വർഷം വരെ പ്രായമുള്ള തൈത്തെങ്ങുകളുടെ കടഭാഗത്ത്, അതായത് മണ്ണിന് തൊട്ട് മുകളിൽ ഇവൻ താഴെ ഒരു തുള ഉളച്ച് അകത്തേക്ക് കയറും. തെങ്ങ് വളഞ്ഞു,
ആ എന്നിട്ട് അപ്പം എന്താ കൂമ്പ് വാടിപ്പോകും. കൂമ്പ് വാടിപ്പോകും. ഈ കൂമ്പ് വാടുമ്പോൾ കയ്യിൽ ഊരിപ്പോരും. ഉം. നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് കൂമ്പ് വാടി കയ്യിൽ വലിച്ചു ഊരിപ്പോന്നാൽ അത് കൂമ്പ് ചെയ്യലാണ്. ഞാനും ആദ്യം കൂമ്പ് ചെയ്യലാണെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ എന്താ ചീഞ്ഞ പാടൊന്നും കാണാനില്ല, ചീഞ്ഞ മണമൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, പുതിയ കൂമ്പ് താഴത്തു നിന്ന് വരും. പക്ഷെ അവൻ നേരെ പോകുന്നതിന് മുമ്പ് ഈ കൊമ്പൻചെല്ലി തുളച്ച ഓട്ടയിൽ കൂടെ ഇവൻ പുറത്തേക്ക് നേരെ പോകുന്നതിന് പകരം കൂമ്പ് ഇങ്ങനെ ചെരിഞ്ഞ് ഒരു ആനക്കൊമ്പ് പോലെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. ചെമ്പൻ ചെല്ലി 3-ാമത്തെ കൊല്ലം വരെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, കൊമ്പൻ ചെല്ലിയെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത്, ഉപയോഗിച്ച് കഴിഞ്ഞ മീൻ വല ഈ തൈത്തെങ്ങാണ് സുഖമായിട്ട് നമുക്ക് ചെയ്യാം. ഈ തെങ്ങിൻ്റെ ഓലയുടെ കവിളുകളിൽ ഉടക്കിയിടുക, കുറച്ച് താഴത്തേക്ക് ഇങ്ങോട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ. അതുവഴി കൊമ്പൻ ചെല്ലിയുടെ ശല്യം 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെമ്പൻ ചെല്ലിയുടെ ശല്യമാണ്. അതിൽ നമുക്ക് കീടനാശിനി കൊടുക്കാം, ജൈവ കീടനാശിനികൾ ഒക്കെ കൊടുക്കാവുന്ന ചില മാർഗങ്ങളാണ്. ഞങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ കർഷകരോട് ശുപാർശ ചെയ്യാറുള്ളത്, ഒരു 1.5-2 മാസം, പരമാവധി 2.5 മാസം കൂടുമ്പോൾ ഈ 3 തൊട്ട് ചെമ്പൻ ചെല്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 15 വർഷം വരെ ചെമ്പൻ ചെല്ലി തെങ്ങിന് പ്രശ്നമുള്ളൂ. പിന്നെ തെങ്ങിൽ ചെമ്പൻ ചെല്ലി ആക്രമിക്കാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. അപ്പോൾ ഈ 15 വർഷം വരെ നമ്മൾ ചെമ്പൻ ചെല്ലിയൊക്കെ, പിന്നെ കൊമ്പൻ ചെല്ലി ആക്രമിച്ച തെങ്ങ് നശിച്ചു പോവില്ല. അപ്പോൾ അതുവരെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 2-2.5 മാസം കൂടുമ്പോൾ നമ്മളിതിനെ കവിളിൽ മണലും വേപ്പും പിണ്ണാക്കും കൊടുക്കാൻ പറയും, പാറ്റ ഗുളിക വെച്ച് മണലിട്ട് കൊടുക്കാൻ പറയും, കീടനാശിനികൾ പലതരം കീടനാശിനികൾ ഒഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രയോഗങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ പലപ്പോഴും ഇന്നാൾ ഒരാൾ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഒരു തലമുറ തെങ്ങ് വയ്ക്കാതെ പോയി. വാസ്തവമാണ്. ഇപ്പോൾ നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പഴയ തെങ്ങുകളെല്ലാം ഗ്രാൻഡ് ഫാദർ വെച്ചതാണ്. ഫാദറായിട്ട് ഫാദറിൻ്റെ അവസാന കാലത്ത് കുറച്ച് തെങ്ങുകൾ വെച്ചതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ കാലയളവിൽ ഫാദറായിട്ട് തെങ്ങ് വെച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ ലാസ്റ്റ് കുറച്ച് തെങ്ങുകൾ വെച്ച് ഒരു പ്ലോട്ടിൽ കുറച്ച് തെങ്ങുകൾ വെച്ചു എന്നാണ്. അപ്പോൾ അതേ ഉള്ളൂ, ഒരു തലമുറ തെങ്ങ് വയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അത്, പക്ഷേ ഇതിനൊക്കെ മറികടന്നുകൊണ്ട്, ഈ വെല്ലുവിളികളെയൊക്കെ മറികടന്നുകൊണ്ട് നന്നായിട്ട് തെങ്ങ്. ഞാൻ ഇവിടെ അടുത്ത് തന്നെ മുളയത്ത് ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് 3 ഏക്കറോളം തെങ്ങും തോട്ടം, അത് ഏതാണ്ട് 8-9 കൊല്ലം 10 കൊല്ലത്തിൽ താഴെയുള്ള തെങ്ങ്. ചെല്ലിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ തെങ്ങ് പോകുന്നുണ്ട്, അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ചെല്ലിയോട് മല്ലിട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, തൈത്തെങ്ങ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കരിക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. അത് നാടൻ കരിക്ക് എന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാൻ, നല്ല വിലയ്ക്ക് മേടിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഒരു കരിക്കോടെ കച്ചവടക്കാരന് ഈ 3 ഏക്കറിലെ തെങ്ങിൽ നിന്ന് ഒരു ദിവസത്തെ വിൽപ്പനയ്ക്കുള്ളത് മുഴുവൻ കിട്ടുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, സാറേ അവരൊരു 3 കൊല്ലം മേടിച്ചുകൊണ്ട് പോകും എല്ലാ ദിവസവും. ഈ 3 കൊല്ലം നാടൻ കരിക്കെന്നും പറഞ്ഞ് ഫ്രണ്ടിൽ തൂക്കിയിടും, കൊടുക്കുന്നത് വരവ് കരിക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സാധിക്കും, പക്ഷെ അതിനൊരു ഇച്ഛാശക്തിയും അതിനോട് മല്ലിടാണ്. ഇപ്പം ഞാൻ കുറച്ച് തൈ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് തൈ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ കൃത്യമായിട്ട് ഇടയ്ക്കൊരു അവധി ദിവസം വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സമയത്ത് മാത്രമേ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഒരു 5-6 കൊല്ലം വരെ വലിയ പ്രയാസമില്ല. പിന്നെ ഒരു 10 കൊല്ലം വരെ ഒരു കോണി വെച്ചാണെങ്കിൽ പോലും പിന്നത്തെ ഒരു 3-4 കൊല്ലമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പോകാൻ പറ്റും. ഓക്കെ സാർ, അപ്പം ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിനും ഒരുപാട് അറിവുകൾ ഈ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തതിനും താങ്ക് യു. ഓക്കെ, താങ്ക് യു.